നമസ്കാരം. നമസ്തേ സ്വാമിജി. ശിവഗിരി മഠത്തിലെ അഭയാനന്ദ സ്വാമിജിയുടെ സപ്തതി നാളെ ആഘോഷിക്കാൻ സ്വാമിയുടെ ആരാധകർ തയ്യാറായിരിക്കുകയാണ്. ഈ സപ്തതി വേളയിൽ സ്വാമിജിക്ക് എന്താണ് ഭക്തരോടും സുഹൃത്തുക്കളോടും ഒക്കെ പറയാനുള്ളത്? ചിങ്ങമാസത്തിലെ പൂയ നക്ഷത്രത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ജനനത്തീയതി വെച്ച് പറയുമ്പോൾ 28/8/1955. അപ്പോൾ അതനുസരിച്ച് വരുമ്പോൾ നാളെ ജന്മനക്ഷത്രമാണ് കാരണം. അപ്പോൾ അങ്ങനെയാണ് നാളത്തെ സപ്തതി എന്ന് പറഞ്ഞത്. ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു രീതിയിലാണ്. കാരണം ഒരു നിശ്ചയം വെച്ചാൽ നമ്മുടെ ഓരോരോ ജീവിതചര്യകൾ അത് പലതരത്തിലാണ് പോകുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും. ഓരോ ദിവസം തുടങ്ങുമ്പോഴും ആ ദിവസത്തിൽ ശുഭപ്രതീക്ഷ ആൾക്കാർ വെച്ച് പുലർത്താറുണ്ട്. നല്ലത് വരും. ആ ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് ഒരു ഇന്നലെ കയറി വരുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ. കാരണം ശുഭപ്രതീക്ഷയ്ക്ക് എപ്പോഴും തടസ്സങ്ങളായി നിൽക്കുന്നത് ഇന്നലെകളിൽ നമ്മുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഉണ്ടാകാതെ ശുഭപ്രതീക്ഷയോടുകൂടി വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ മനുഷ്യന് ഒരു പ്രശ്നങ്ങളില്ല, സുഖമായിട്ട് കാര്യങ്ങൾ പോകുന്നു. നമ്മുടെ നാളേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഓട്ടോമാറ്റിക് യാന്ത്രികമായിട്ട് പെട്ടെന്ന് തന്നെത്താൻ വന്നുകൊള്ളൂ എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിയുന്നതും വർത്തമാനകാലത്ത് ജീവിക്കുന്നൊരു മനുഷ്യനായി മാറാൻ ഇപ്പോൾ എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും അത് അങ്ങനെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വല്ലാത്ത അലട്ടലുണ്ടാകാറില്ല. അത് നമ്മുടെ ഒരു ജീവിത വിജയമെന്ന് പറയുന്നത് സുനിശ്ചിതമാകും. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ദുഃഖിച്ചിട്ടൊന്നും നമുക്കിനി യാതൊരു കാര്യമില്ല. വരാനിരിക്കുന്ന നാളെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിട്ടും കാര്യമില്ല. അപ്പോൾ ഒരു വല്ലാത്ത ഗുരുദർശനം നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. നമുക്ക് കഴിയുന്നതും നമ്മൾ അതാത് എന്ത് ചെയ്യുമ്പോഴും ആ കർമ്മത്തിൽ മാത്രം വ്യാപൃതനായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു വിഷമങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഇന്ന് വല്ലാത്തൊരു ഫാസ്റ്റിംഗ് ധൃതിയുടെ വല്ലാത്തൊരു വേഗതയുടെ ഒരു യുഗമാണ്. ആ വേഗതയിൽ കുറച്ച് ഗുരു പറഞ്ഞ മൃദുവായി അമൃതയോടെന്ന് പറയുമ്പോൾ ക്ഷമ ആ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അക്ഷമയാണ് നമുക്ക് അപകടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാറുള്ളത്. റോഡ് അപകടങ്ങളായാലും വാക്കുകൾ കൊണ്ടുള്ള അപകടങ്ങളായാലും അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കഴിയുന്നതും നമുക്കൊരു ക്ഷമാശീലമായിട്ട് നല്ലൊരു ഇന്ന് എന്താ പറയേണ്ടത്, ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച, നാളെ ശനിയാഴ്ച, അങ്ങനെ ഓരോരോ ദിവസങ്ങൾ മാറും. അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ നമുക്ക് മാറ്റം ഒന്നും വരുന്നില്ല, ആ രീതിയിലാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഈ ഗുരുദേവ ദർശനവും ആയിട്ടുള്ള ബാല്യത്തിലെ ഒരു ബന്ധമാണോ ഈ ജീവിതത്തിൽ കൊണ്ട് എത്തിച്ചത്? അത് ഗുരുദർശനമായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം കുട്ടിക്കാലം മുതലേ ഗുരുവിനെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവിൻ്റെ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചനത്തിന് സ്ഥാനമില്ലാത്തൊരു ദർശനമാണ്. ഒന്നിൻ്റെ ഒരു ഔന്നത്യം അതിനകത്ത് കാണാനുണ്ട്. രണ്ടെന്ന് പറയുമ്പോൾ ഇണ്ടലുണ്ടാകുമെന്നാണ് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒന്നായി നിന്നെ ഈ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഇണ്ടൽ ബന്ധം ഉണ്ടാവതല്ല എഴുത്തച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണക്ക് ഗുരുദേവൻ്റെ ഗുരുവിൻ്റെ ഈ അദ്വൈത ദർശനം എന്ന് പറയുന്നത് എന്നെ വളരെയേറെ സ്വാധീനിച്ചിരുന്നു. അവിടെ ഒരു ഏകത വരുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടിലൊക്കെ എവിടെയും ഭിന്നതകളാണ് കാണുന്നത്. കാരണം എനിക്ക് എൻ്റേത് എന്നുള്ള ഒരു വിഷമം. ഗുരുദേവൻ പറയുന്നത് നമുക്ക് ഗുരു വർത്തമാനത്തിൽ പോലും നാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഗുരുവിൻ്റെ പേരിൽ ഇപ്പോൾ സംഘടനകൾ ഉണ്ടാക്കുകയും കലാസമിതി ഉണ്ടാക്കുകയും അങ്ങനെ ഗുരുദേവ കലാസമിതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുട്ടിക്കാലത്ത് വിവരിച്ചു. അപ്പോഴും ഞങ്ങളുടെ ഒരുമയുടെ ഒരു ഇതുണ്ടായിരുന്നു. ആ ഒരുമയുടെ ഒരു പെരുമയുണ്ടല്ലോ, അത് എന്നെ വളരെയേറെ സ്വാധീനിച്ചു. അപ്പോൾ ഈ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കളവങ്കോടൻ ക്ഷേത്രത്തിനടുത്താണ് സ്വാമിജിയുടെ വീട്. അതെ. വയലാർ രാമവർമ്മയെ ആ ക്ഷേത്ര പ്രതിഷ്ഠ വളരെയേറെ സ്വാധീനിച്ചതായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാമിജിയും ആ ഒരു തലത്തിലേക്ക് വയലാറിൻ്റെയും ഗുരുദേവൻ്റെയും ദർശനം സ്വാമിജിയുടെ മനസ്സിലേക്ക് എത്രമാത്രം പതിഞ്ഞിട്ടുണ്ടെന്ന് വയലാർ രാമവർമ്മ സംബന്ധിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം സവർണനായ, കാരണം അദ്ദേഹം ഒരു എന്താ പറയേണ്ടത്, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളാണ് രാമവർമ്മ എന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് ആ
ഒരു ഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹം എപ്പോഴും കീഴ്ത്തട്ടിൽ താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്ന ഒരാളായിരുന്നു. താഴെത്തട്ടിലുള്ളവർ പ്രത്യേക ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അതിമനോഹരമായൊരു കവിത എഴുതിയിട്ടുണ്ട്. എന്താ അപ്പോൾ അതിൽ പറയും, പിന്നെ ശ്രീനാരായണ ഗുരു ശിവഗിരി കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസംസ്കാരത്തിൻ്റെ യജ്ഞമൊന്നും ആരംഭിച്ചു. വടിയും കുത്തിച്ചെല്ലും അക്കമ്മ യോഗീന്ദ്രൻ്റെ വിടരും മിഴികളിൽ വിശ്രമം കൊണ്ടു വിശ്വം. അതൊക്കെ എത്ര മനോഹരമായ വരികളാണ്. ഇത് വടിയും കുത്തിച്ചെല്ലും അക്കർമ്മ യോഗീന്ദ്രൻ്റെ വിടരും മിഴികളിൽ വിശ്രമം കൊണ്ടു വിശ്വം. ലോകം മുഴുവൻ ഉറക്കിക്കിടത്തിയ കണ്ണുകളെന്നാണ്. ടാഗോർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗുരുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗനയനങ്ങൾ. ഞാനിത് പലയിടത്തും എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ വയലാർ രാമാവ് പറയുന്നതാണ്, യുഗഹംസങ്ങൾ നീന്തും ആമനോ യമുനയിൽ ഒരു താമരമുട്ടായി വിടരാൻ കാലം. പക്ഷേ അപ്പം അങ്ങ് അത്തരാണ് അതങ്ങനെ വല്ലാത്തൊരു അതാണ് ഗുരുവിലേക്ക് വല്ലാത്തൊരു ഇത് അദ്ദേഹത്തെ ഈ ഒരുമയുടെ ആ ഒരുമയുടെ മഹാസങ്കീർത്തനങ്ങൾ പാടുന്ന ഒരു ഹൃദയമാണ് ഗുരുവിൻ്റെ എന്ന് വയലാർ കണ്ടിരുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് വയലാറിന് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. ശിവഗിരി കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസംസ്കാരത്തിൻ്റെ യജ്ഞം ഒന്ന് ആരംഭിച്ചു. ഇന്നും നമ്മുടെ ആരംഭിച്ചു. വല്ലാത്ത ആ യജ്ഞം, ആ ദീപം അണഞ്ഞിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയലാറിൻ്റെ ദീർഘദൃഷ്ടി. അപ്പോൾ എന്തായാലും എന്നെ കുട്ടിക്കാലത്ത് പോലെ അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഗുരുവിനെ കുറിച്ച് എഴുതിയ കവിതകളെന്നാണ്. അപ്പോൾ വടിയും കുത്തിച്ചെല്ലും അക്രമ യോഗീന്ദ്രൻ്റെ വിടരും മിഴികളിൽ വിശ്രമം കൊണ്ട് വിശ്വം. അതാണ് കാരണം ആ കണ്ണുകളിലേക്കാണ് ഗുരുവിൻ്റെ കണ്ണുകളാണ് ടാഗോറിനെ ആകർഷിച്ചത്. അതുപോലെ തന്നെ വയലാറിനെ ആകർഷിച്ച ഗുരുവിനെ നേരിൽ കണ്ടിട്ടില്ല അദ്ദേഹം, പക്ഷെ ഗുരുവിൻ്റെ ദർശനം അദ്ദേഹത്തിൻ്റെ വളരെ ആഴത്തിൽ പതിഞ്ഞിരുന്നു. അതാണ് കാര്യം. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു സ്വാധീനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം സ്കൂളിൽ പോകുമ്പോൾ രാവിലെയും വൈകിട്ടും ഒരു ദിവസം 2 തവണ ആ ക്ഷേത്രമുറ്റത്തൂടെയാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഗുരുവിനിലേക്ക് അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിക്കുകയും ഗുരുദർശനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സവിജി പറഞ്ഞുള്ള കവിത അദ്ദേഹം രചിക്കുകയും ചെയ്ത് മലയാളിക്ക് പ്രത്യേകിച്ച് ഗുരുഭക്തന്മാർക്ക് വളരെയേറെ ആകർഷണമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സ്വാമിജിയുടെ അമ്മ കുറേ സ്വാധീനിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മ ഒരു വിദുഷിയായിരുന്നു. അവർ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുമായിരുന്നു. പ്രത്യേകിച്ച് ആശാൻ്റെ ഒരു കവിതകളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ചിന്താവിറ്റായ സീതയും അതുപോലെ വീണപൂവൊക്കെ ചൊല്ലിക്കേട്ട് അതെല്ലാം കേട്ടാണ് നമ്മൾ പഠിച്ചത്. അക്ഷരശ്ലോകം ചൊല്ലുമായിരുന്നു നമ്മൾ. കാരണം ചേട്ടനും അമ്മയും കൂടി, ചേട്ടൻ പത്താഴത്തിൻ്റെ പുറത്ത് പത്താമ്പുറം എന്ന് പറയും, പത്താമ്പുറത്ത് കിടക്കുമ്പോൾ അമ്മ താഴെ തെച്ചുപായിൽ ഈ നമ്മുടെയൊക്കെ ഈ ഇതുണ്ടല്ലോ കൈതോല കൊണ്ട് അമ്മയ്ക്ക് കൈതോല കൊണ്ട് പായ് നെയ്യാൻ അറിയാമായിരുന്നു. അപ്പോൾ അമ്മ കൈതോല കൊണ്ടുവന്ന് കൈതമുള്ളെല്ലാം നീക്കി എന്നിട്ട് അമ്മ തന്നെ നെയ്യുന്ന ആ പായിൽ അമ്മയോട് തന്നെ ചേർന്ന് ഞാൻ കിടക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ ഉള്ളിൽ പത്താമ്പുറത്ത് ചേട്ടൻ കിടക്കും. അവിടുന്ന് ഓരോരോ 4 വരി ചൊല്ലുമ്പോൾ അതിനടുത്ത് അമ്മ ഇങ്ങനെ ചൊല്ലും. അങ്ങനെ ഈ അക്ഷരങ്ങൾ കൊണ്ടുള്ള ഒരു പന്തുകളി എന്നെ വളരെയേറെ ആകർഷിച്ചിരുന്നു. അപ്പോൾ അമ്മയിൽ നിന്ന് കിട്ടിയ ആ അക്ഷരം സ്വാമിജി ഹൃദയത്തിൽ ഏറ്റെടുത്തു, അത് സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. അതെ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. കാരണം കുട്ടിക്കാലം മുതലേ ഇതൊക്കെ കേട്ട് അങ്ങനെ അക്ഷരങ്ങളോടുള്ള വളരെ അനുരാഗം. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, എന്തെഴുതുമ്പോഴും അക്ഷരങ്ങൾ എനിക്ക് ചേർന്ന് നിൽക്കുന്നുള്ളതാണ് കണ്ടത്. അക്ഷരങ്ങൾ എവിടെ വേർപെട്ട് എനിക്ക് എപ്പോഴും വിഷമമുണ്ടാവും. പ്രൂഫ് നോക്കുമ്പോൾ തന്നെയാണ് ശ്രീനാരായണ ഗുരു എന്ന് എഴുതുമ്പോൾ ശ്രീ ഒരിടത്ത്, നാരായണ ഒരിടത്ത്, ഗുരു ഒരിടത്തായിട്ട് വരുമ്പോൾ വല്ലാത്തൊരു വേദന ഉണ്ടാവും അക്ഷരങ്ങൾക്ക് മുറിവേൽക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ അതുകൊണ്ടല്ല, കാരണം അക്ഷരങ്ങൾ ചേർന്നിടത്ത് ചേർന്ന് തന്നെ നിൽക്കണം. അതിനൊരു ഭംഗിയുണ്ട്. വൃക്ഷങ്ങളോടും പൂക്കളോടും ഒക്കെ വളരെ കമ്പമുണ്ടായിരുന്നു. വൃക്ഷങ്ങളോടും പൂക്കളോടും വലിയ കമ്പമുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലൊക്കെ ബന്ദി പൂ നട്ടു വളർത്തിയിരുന്നു, തുളസി ചെടി നട്ടു വളർത്തിയിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഇരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വൃക്ഷങ്ങളുടെ ഛായയിലിരിക്കാനൊരു താല്പര്യമുണ്ടായിരുന്നു. ആ വൃക്ഷങ്ങളെക്കുറിച്ച് കീർത്തനങ്ങൾ ലയിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. ആ വൃക്ഷങ്ങളുടെ വീട്ടിൽ ഇന്നലെ എഴുത്ത് വരുമോ എന്നുള്ള രീതിയിലുള്ള താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് സ്വീകരിച്ചത് പലതും വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നുള്ള രചനകളായിരുന്നു. പഴഞ്ഞിയിൽ അങ്ങനെ ഇരുന്നാണ് സ്വാനുഭവഗീതി എഴുതിയത്. സ്വാനുഭാമരഞ്ചാരി ഇരുന്നാണ് ഞാൻ അന്ന് വേറെ ഒന്നുമില്ല, അവിടുത്തെ അലട്ടലൊന്നും ഇല്ലല്ലോ, വല്ലാത്ത ഉള്ളൂ, ശാന്തതയുണ്ട്, ശാന്തമായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതി നമുക്ക്. കാരണം നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്, നമ്മളത്രയൊന്നും വളർന്നിട്ടില്ലെങ്കിൽ തന്നെയും. പിന്നെ ബുദ്ധനൊക്കെ ബോധോദയുടേത് ആൽമരച്ചായയിൽ വെച്ചിട്ട് വൃക്ഷം ചാടിയ. കാരണം അതിന് ഈ തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും അന്നേത് മോഹമന്നേത് ശോകമേഘത്തെ ദുഃഖി നിന്ന് ഗുരുദേവൻ ഈശാവാസ്യം തർജ്ജമ ചെയ്യുമ്പോൾ പോലും അതിലും സ്പന്ദിക്കുന്നത് ഈ ഒരുമയാണ്. കാരണം എവിടെ വിവേചനത്തിൻ്റെ വേലിക്കെട്ടുകൾ ഉയരുന്നു അവിടെ നമ്മുടെ വിവേകം
അകന്നകന്നു പോകുന്നു എന്നാണ്. കാരണം നമുക്ക് താതാത്മ്യപ്പെടലാണ്. കാരണം എല്ലാം ഒന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാം അതിൽ ലയിക്കുമ്പോൾ വല്ലാത്തൊരു ലയമാണ് ഉണ്ടാക്കുക. ഈ വൃക്ഷം ഞാനും ഒന്നാണെന്നുള്ള ഭാവം, ആ ഭാവം നമ്മിലേക്ക് നമ്മൾ സർഗാത്മകമായിട്ടുള്ള വാസന നമ്മൾ വളർത്തും. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ എഴുതാൻ നമുക്കുണ്ട്, കൂടുതൽ വാക്കുകൾ വരുന്നുണ്ട്, കൂടുതൽ ആശയങ്ങൾ വരുന്നുണ്ട്. വല്ലാത്തൊരു തല്ലിച്ച പോലെ നമുക്ക് തോന്നും. അപ്പോൾ ചുമ്മാതെ എഴുതി പോകും. ആ സമയത്തൊക്കെ നോട്ടീസിൻ്റെ പുറത്താണ്, അതിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതി പോകും. പിന്നെ അത് പകൽ സമയത്തിലൊന്ന് പകർത്തും. അപ്പോൾ അറിയാതെ, കാരണം ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ഈ പാരിജാതം എന്ന് പറയുന്നത് ഒരു ചെറിയതായിരുന്നു. നമ്മുടെ ഭാഗപ്പാടെ നമ്മുടെ ഒരു 2 മുഴം നീളം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെള്ളമൊഴിച്ച് വളർത്തി പാരിജാതവും വളർന്നു, സ്വാമിജിയും അങ്ങനെ വന്നപ്പോൾ രാത്രി ഇപ്പം ഏത് പൂവും ചെടിയാണെന്നറിയില്ല. പക്ഷെ പിന്നെയാണ് രാത്രിയിലാണ് പൂക്കുന്നത് വെള്ള പൂവുകളാണ് ഉണ്ടാകുന്നത്. രാത്രി പോയാൽ നോക്കുമ്പോൾ മെത്ത പോലെ ഇങ്ങനെ പരന്ന് കിടക്കും. വല്ലാത്ത ഗന്ധമാണ് അതിന്, പറഞ്ഞറിയിക്കാനും പറയാറ്റാത്ത സുഗന്ധമാണ് അതിനുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ പ്രകൃതി വൃക്ഷങ്ങളോടും പക്ഷികളോടും ചുറ്റുപാടുകളോടും താതാത്മ്യപ്പെടാൻ സാധിച്ചപ്പോൾ എനിക്ക് ആ സമയത്ത് എഴുതാനായിട്ട് പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമമുണ്ടാകും. പക്ഷേ അങ്ങനെയൊക്കെ പ്രകൃതിയെ ഒരുപാട് പരിരക്ഷിച്ചുകൊണ്ടുള്ള രചനകളാണ് സ്വാമിജി കൂടുതലും ചെയ്തിട്ടുള്ളത്. അത് പ്രഭാഷണത്തിലും സ്വാധീനിച്ചിട്ടുണ്ട്. അതെ. പക്ഷെ അതുകൊണ്ട് എനിക്ക് പ്രകൃതിയെ കൂടുതൽ നോക്കുന്നതുകൊണ്ട് മനുഷ്യരെ ചിലപ്പോൾ നോക്കാൻ പറ്റുന്ന വരില്ല. കാര്യം അത് അവരിൽ സ്പന്ദിക്കുന്നത്, ആ ജീവനും ഈ ചെടിയിൽ സ്പന്ദിക്കുന്നത് ഒരേ ഇതാണെന്നാണ് പറയുന്നത്. സസ്യങ്ങൾക്ക് ഹൃദയമുണ്ടെന്ന് സി വി രാമൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സസ്യങ്ങൾക്ക് ഹൃദയമുണ്ട് എന്ന്. സസ്യങ്ങൾക്ക് ജീവനുണ്ട്. അപ്പോൾ അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് മിക്കവരും ഇപ്പോഴത്തെ ബഷീർ മങ്കോഷിൻ്റെ ചോട്ടിലിരുന്നാണ്. അതുപോലെ കാഞ്ഞിരമരത്തിന് സ്നേഹിച്ച ആളാണ് ആര്? എഴുത്തച്ഛൻ. തുഞ്ചൻ പറമ്പിൽ ഇന്നും ആ കാഞ്ഞിരമരമുണ്ട്. അത് കയ്പാണ്, പക്ഷേ എങ്കിലും അതിനകത്ത് അദ്ദേഹത്തിൽ നിന്ന് വന്ന മധുരമുള്ള വാക്കുകളായിരുന്നു. അല്ല, ഭാര്യാദം പോലെ ആഞ്ഞിലി മരത്തിൻ്റെ ചോട്ടിയിരുന്ന് എഴുതാറുണ്ടായിരുന്നു. അതെനിക്കറിയാൻ പാടില്ല, കാരണം ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. കാഞ്ഞിരം ആ കാഞ്ഞിരമരം ഇപ്പോഴും അവിടെ കാണാം. കാരണം കാഞ്ഞിരമരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുമ്പോഴും അതിനെ പരിലാളിക്കുമ്പോഴും എൽസച്ചിൽ നിന്ന് വന്നിരുന്നത് അതിമനോഹരമായ മധുരമുള്ള വാക്കുകളായിരുന്നു ഞാൻ പറഞ്ഞത്. പാരിജാതത്തിൻ്റെ ചോട്ടിൽ ഇരുന്ന് സ്വാമിജി എഴുതി പ്രസിദ്ധീകരിച്ച ബുക്കുകളും ലേഖനങ്ങളും ഒക്കെ മറ്റു വായനക്കാർക്ക് വളരെയേറെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയിട്ടുണ്ട്. അത് എല്ലാവർക്കും തോന്നണമെന്നില്ല. അവർക്ക് ചില ഭാഷയോട് പറഞ്ഞറിയിക്കാനാവാത്ത എന്താ പറയേണ്ടത്, ഈ അടുപ്പം തോന്നുന്നു അതിന്. ഭാഷയെ അതേപോലെ തന്നെ ഇത് എന്താ സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ സ്നേഹിക്കുന്നു. ഒരു അമ്മ കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ ആ അമ്മ അനുഭവിക്കുന്ന നിർവൃതി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിർവൃതിയാണ്. അതുപോലെ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മളിങ്ങനെയുള്ള എഴുതുമ്പോഴും അത് വായിക്കുന്നവർക്കും എല്ലാം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ ശിവഗിരിയിൽ വന്നതിന് ശേഷം ശിവഗിരി കുന്നുകളിലൂടെ സ്വാമിജി ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ എതിരെ വരുന്ന ഒരാളിനെ പോലും കാര്യമായി ശ്രദ്ധിക്കാതെ സ്വാമിജി ഇങ്ങനെ ചിന്തയിൽ മുഴുകുകയാണ്. ആ സമയത്ത് കാരണം ആൾക്കാരെ ധരിക്കും എനിക്ക് അവരോട് എന്തോ ആവശ്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചിലപ്പോൾ ചുറ്റുപാടുകൾ നോക്കാം. പലപ്പോഴും ഞാൻ ശിവഗിരിയിൽ സമാധി മന്ദിരത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ കൈവരിയിൽ കാണുന്ന ഈ വനവള്ളികളുണ്ട്, അതിലേക്കൊന്ന് സ്പർശിച്ചിട്ടൊക്കെ പോകും. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ആ വനവള്ളികളൊക്കെ വെട്ടി മാറ്റി ഇതായിട്ട് പോകും. അപ്പം അതിൽ നമ്മൾ അപ്പം അങ്ങനെയൊക്കെ തലോടി പതുക്കെ നമ്മൾ കുന്നു കയറുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇതിൻ്റെയൊക്കെ രാജാവായ മുത്തശ്ശി പ്ലാവ് നിൽക്കുകയാണ്. അത് ഗുരു നട്ടതാണ്. ആ മുത്തശ്ശി പ്ലാവ് ചേർന്ന് നിൽക്കുന്നതാവട്ടെ സമാധി മന്ദിരത്തിൻ്റെ മകുടമണിയിലാണ്. അത് വിട്ടുപിരിയുന്നില്ല. കാരണം ഗുരുവിനെ ഞാൻ പലപ്പോഴും പണ്ടെടുത്ത് എഴുതിയിട്ടുമുണ്ട്. കാരണം ഗുരുവിനെ സ്പർശിച്ച പ്ലാവാണ് അത്. അതിൻ്റെ ദീർഘമേറിയ വേരുകളിൽ ഗുരുവിൻ്റെ പവിത്രമായ സമാധി കല്ലുകളെ ചെന്ന് സ്പർശിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് കംപ്ലീറ്റ് ഗുരുവിനെ വലിച്ചെടുത്തിട്ടുണ്ട്. വല്ലാത്തൊരു ഇതാണ്. അപ്പം ശിവഗിരിക്കുന്നിലെ ആ വള്ളികളും പൂക്കളും കിളികളുടെ ശബ്ദവും ഒക്കെ സ്വാമിജി രചനകളിലൂടെ സമൂഹത്തിന് പകർന്നു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു രചന സ്വാമിജി ഈ തലത്തിൽ തന്നെ തുടരുകയും നിരവധി അവാർഡുകൾ സ്വാമിജിക്ക് രചനയ്ക്കുമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾക്ക് പല സ്നേഹിതന്മാരും അത് തന്നിട്ടുണ്ട്. കാരണം അത്ര വലിയ അവാർഡൊന്നും അല്ലെങ്കിലും എന്നോട് സ്നേഹമുള്ളവരൊക്കെ എനിക്ക് ചില പുരസ്കാരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, സാധാരണ ഒരു സന്യാസിമാർ നേടുന്നതിനേക്കാൾ കൂടുതൽ ഗ്രന്ഥരചനയിലെ പുരസ്കാരങ്ങൾ സ്വാമിജിക്ക് കിട്ടിയിട്ടുണ്ട്.
അതിൽ ഇല്ലെന്നില്ല, ഉണ്ട്. അതുപോലെ കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ സാഹിത്യകാരന്മാരും സ്വാമിജിയുടെ ചങ്ങാതിമാരാണ്. അത് പറഞ്ഞു തരാൻ കാരണം എനിക്ക് ഈ പണക്കാർ ആയിട്ടുള്ള ഒരു ബന്ധം എനിക്കില്ല. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരുമായിട്ടാണ് എനിക്ക് കൂടുതൽ ബന്ധം. അല്ലെങ്കിൽ ധനവാന്മാരുടെ കൂടെ അവിടെ ഒരുപാട് ചങ്ങാതിമാരാകി അങ്ങനെയുള്ള ഫാക്ടറി ഉടമകളുടെ കൂടെ പോകലില്ല. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരും അക്ഷരങ്ങൾ കൊണ്ട് സുവർണ്ണ ഗോപുരങ്ങൾ ഉണ്ടാക്കുന്നവരെയാണ് എനിക്കിഷ്ടം. അല്ല മണിമാളികകളിൽ താമസിച്ച് മണിമാളികകളിൽ പള്ളി കൊള്ളുന്ന വലിയ വലിയ കുബേരന്മാരുമായിട്ടും എനിക്ക് ബന്ധം കൂടുതലും അക്ഷരങ്ങൾ കൊണ്ടുള്ള അതിമനോഹര ശില്പങ്ങൾ, അക്ഷരങ്ങൾ കൊണ്ട് അതിമനോഹരമായ ഗോപുരങ്ങൾ, മണിമന്ദിരങ്ങൾ വെച്ച് അത് അദൃശ്യമാണ് കണ്ണുകൊണ്ട്, പക്ഷേ അത് നമ്മുടെ ഹൃദയത്തിൽ പതിയുന്ന വാക്കുകളായിരിക്കും. അങ്ങനെയുള്ള വാക്കുകളുടെ പിതാക്കന്മാർ, അങ്ങനെയുള്ള വാക്കുകളുടെ ഉൽപ്പാദിപ്പിക്കുന്നവർ, അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലങ്ങൾ കാണിക്കുന്നവർ എനിക്കിഷ്ടമാണ്. അത് കുട്ടിക്കാലം മുതൽ വായിച്ചതിൻ്റെ ഒരു ഓർമ്മയാണ്, മനസ്സിലായി. അതുകൊണ്ട് എഴുത്തുകാരുമായിട്ടുള്ള ഗാഢബന്ധം ഉണ്ടാകുക. അവർ എഴുതുന്നത് ഒരു സന്യാസിയുടെ ലെവൽ, അവർ ചിലപ്പോൾ എഴുതുന്നത് നോവലായിരിക്കാം, ഒരു കവിതയായിരിക്കാം. എന്തായാലും അത് എവിടെ ഏതെങ്കിലും ഒരു വാരിക വന്നു കഴിഞ്ഞാൽ അത് വായിച്ചിട്ട് ഞാൻ അവൻ്റെ അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ അവർക്കും സന്തോഷം, ഒരു സന്യാസിയാണല്ലോ. അങ്ങനെയുള്ളൊരു ബന്ധമാണ് എഴുത്തുകാരുമായിട്ട് ഉണ്ടാകാൻ കാരണം. അതാണ്. അപ്പോൾ ധനവാന്മാർ ധനവാന്മാരാണെങ്കിൽ പോലും അക്ഷരപ്രേമികളോടാണ് സാധിക്കും. അതെ, അക്ഷരങ്ങളെ ധനമാക്കുന്നവരോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഇന്നും അതുകൊണ്ട് അവർക്ക് എൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ചെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വരെ ശിവഗിരിയിലേക്കൊന്ന് വന്നോന്ന് പറഞ്ഞാൽ അവർ വരും. അങ്ങനെ എത്രയോ അറിയാമല്ലോ, സോമനങ്ങളെ എത്രയോ സമ്മേളനങ്ങൾ 80-കൾക്ക് ശേഷം ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം അവരെല്ലാം കൊണ്ടുവന്ന് ശിവഗിരി കാണിക്കണമെന്നും ശിവഗിരിയിൽ സമ്മേളനങ്ങൾ പങ്കെടുപ്പിക്കണമെന്നും ഒക്കെ ഒരു ആഗ്രഹം. അപ്പോൾ പിന്നെയാണ് അവർ ശിവഗിരിയെക്കുറിച്ചൊക്കെ എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൂടുതൽ. ശിവഗിരി തീർത്ഥാടന വേളയിലെ സാഹിത്യ സമ്മേളനങ്ങളുടെ ചുമതല പലപ്പോഴും സ്വാമിജി സ്വയം ഏറ്റെടുക്കുകയാണ്. അതിൽ സ്വാമിജിക്ക് താല്പര്യമുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരുടെ ഒരു നിര തന്നെ പലപ്പോഴും പങ്കെടുക്കും. പലരും ഗുരുദേവനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർ, പക്ഷേ അവിടെ വന്നതിന് ശേഷം അവർ ഗുരുകൃതികളെല്ലാം പഠിക്കാനും പിന്നെ അതിനെക്കുറിച്ച് എഴുതാനും ഒക്കെ തുടങ്ങി. ഇപ്പോൾ രാധാകൃഷ്ണൻ സാറും അതുപോലെ മൂന്നൻ, അതുപോലെ അങ്ങനെ പലരും, അവരെല്ലാവരും അങ്ങനെ. അല്ല, ഇപ്പോഴും പലരും ആ പഴയകാല സാഹിത്യ സമ്മേളനങ്ങളെ പറ്റി പറയാറുണ്ട്. തീർത്ഥാടനത്തിലെ ഒരു വളരെ സുപ്രധാനമായ പങ്ക് ആ തീർത്ഥാടന സമ്മേളനങ്ങൾക്കുണ്ട്. ആ സമ്മേളനങ്ങൾ അങ്ങനെ പങ്കുവരണമെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന സാഹിത്യകാരന്മാരുടെ ഒരു ഔന്നത്യമാണല്ലോ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് കാരണക്കാരൻ സ്വാമിജിയാണെന്നാണ് ഞങ്ങളൊക്കെ ധരിക്കുന്നത്. അതെ, അവർക്ക് ഒരു നിമിത്തമായി ഒന്ന് മാത്രം. കാരണം അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക പദവി കാണുമെന്നോ ഒന്നുമല്ല. കാരണം അറിയാതെ അതിലേക്ക് ചെന്നു പോകണം. നേരത്തെ പറഞ്ഞ പോലെ ഈ അക്ഷരങ്ങളോടുള്ള വല്ലാത്ത ഒരു അഭിനിവേശം നമ്മളെ സ്വാധീനിച്ചതുകൊണ്ട് ഇത്തരക്കാരെ അക്ഷരങ്ങളെ സ്നേഹിക്കുകയും അക്ഷരങ്ങളെ എപ്പോഴും ഉപയോഗിക്കുകയും ചെയ്യുന്ന അക്ഷരസ്നേഹികളെ ഇവിടെ കൊണ്ടുവരുവാനും. അത് കാരണം ഇവിടെ നിസ്സാര സ്ഥലമാണ്. അക്ഷരാത്മികയെ അംബികയല്ല ഇവിടെ ഇരിക്കുന്നത്. ശിവഗിരിയുടെ താഴ്വരയിൽ എന്ന് പറയുന്നത് തന്നെ ആ പ്രയോഗം തന്നെ എനിക്ക് പറയാം. കാരണം അവിടെ ഇരിക്കുന്ന അക്ഷരാത്മകയാണ്. അപ്പോൾ ഇവിടെ ഇവരെല്ലാതെ പിന്നെ ആരെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടതെന്നാണ് ഞാൻ എൻ്റെ പലപ്പോഴും. ഇവരല്ലാതെ ഇവരൊക്കെ അല്ലാതെ ആരെയാണ് ഇവിടെ വരേണ്ടത്? ഗുരു ഇവിടെ വെച്ചിരിക്കുന്നത് വേറെ ആരും ഒരു ഇത് ലക്ഷ്മിയോ അല്ലെങ്കിൽ പാർവതിയോ അക്ഷരദേവതയാണ്. അക്ഷരദേവതയാണ്. അതും താഴ്വരയിലാണ്. ആ താഴ്വരയിൽ തന്നെയാണ് സമ്മേളനം നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് കൂടുതൽ വീണ്ടും വിചാരം ഉണ്ടാകാനും എന്തുകൊണ്ട് ഒരു ഇങ്ങനെ ചെയ്തെന്ന് ചിന്തിക്കാനും ഒക്കെ പുതിയ എന്താ പറയുന്നത് പുരോഗമനേച്ഛികളായ എഴുത്തുകാർക്ക് ഒരു ജാലകം തുറന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും തുടക്കത്തിൽ ഞാൻ പറയാറുണ്ട്, ഇത് അക്ഷരാത്മികയെ അംബികയുടെ സന്നിധാനമാണ്. ഇവിടെ ഇങ്ങനെയല്ലാതെ പിന്നെ എന്താണ് നമ്മൾ കൊടുത്തുകൊണ്ടത്? അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരല്ലേ കൂടുതലും വരേണ്ടത്. അക്ഷരവിരോധികൾ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു താല്പര്യം. അതുകൊണ്ടാണ് എൻ്റെ ആദ്യ പുസ്തകത്തിന് ശിവഗിരിയുടെ താഴ്വരയിൽ എന്ന പേര്. പലരും ചോദിച്ചു എന്തുകൊണ്ടാണ്, അതിൽ പല ലേഖനങ്ങളൊക്കെയാണല്ലോ ഉള്ളത്, പിന്നെ ഈ പേരെന്താണ്? ശിവഗിരി ചരിത്രമൊന്നും ഇതിനകത്തില്ലതാനും. അപ്പോൾ ശിവഗിരിയുടെ താഴ്വരയിൽ കുടികൊള്ളുന്ന ശാരദാദേവിയെ സ്വാമിജി സമൂഹത്തിന് പകർന്നു കൊടുത്തു. സാഹിത്യകാരന്മാരെ കൂടുതൽ ആ മേഖലയിലേക്ക് ആനയിച്ചു. പിന്നെ ഈ താഴ്വര എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു പ്രയോഗമാണ്. കാരണം എഴുത്തുകാരനെ സംബന്ധിച്ച് എഴുത്തുകാരുടെ താഴ്വര എന്നുള്ള ലേഖനം ഞാൻ എഴുതുന്നു. കാരണം അത് വല്ലാത്തൊരു വിനയത്തിൻ്റെ വഴിത്താട് വെട്ടി തുറക്കുന്ന ഒരു സംഗതിയാണ് താഴ്വര. താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണയുള്ളൂ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴ്വരയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് താഴ്ന്നവൻ്റെ അകറ്റി നിർത്തപ്പെടുന്നവൻ്റെ ഒക്കെ വേദന നമുക്ക് മനസ്സിലാകും. ഒപ്പം നമുക്ക് കൂടുതൽ വിനയവാനാവാൻ സാധിക്കും. ഇന്ന് ലോകത്ത് വീട്ടിലെ ഏറ്റവും വലിയ വിഷയം വിനയമില്ലാത്തതാണ്. വിനയമാണ് വിവേകത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തെ ഇപ്പോഴും പുതിയ ജനറേഷനൊക്കെ നോക്കി, പുതിയ ജനറേഷൻ അവരൊക്കെ എന്താ നമുക്ക് ഇപ്പോഴും കാണുന്നതല്ലേ.
ഈ വിനയം അവരിൽ നിന്ന് പലപ്പോഴും അകന്നു പോകുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന ശാരദാ സന്നിധിയിൽ അതെ, അവരെ ഈ കുഞ്ഞുങ്ങളെ എത്തിക്കുന്നതിൽ സ്വാമിജിയുടെ രചനകൾക്ക് വലിയൊരു പങ്ക് വഹിക്കാനായിട്ടുണ്ട്. വായിക്കുന്ന മാതാപിതാക്കൾ വായിക്കും അത് അക്ഷരങ്ങളുമായിട്ട് ഒക്കെ ബന്ധമുള്ളവർക്ക് ഇവിടെ നിന്ന് തന്നെ വിദ്യാരംഭം കുറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട് തങ്ങളുടെ മക്കൾ. അതുണ്ടോ, അത് ഗുരുവിൻ്റെ ഒരു വലിയ ചൈതന്യം കൊണ്ടാണ്. കാരണം ഗുരു പ്രതിഷ്ഠിച്ചതല്ലേ ശാരദാംബയെ. അപ്പോൾ എൻ്റെ മഹത്വമല്ല, ഗുരു പ്രതിഷ്ഠിച്ചതാണ് ശാരദാംബയെ. കാരണം ഞാൻ പറഞ്ഞ ഗുരുവിടെ ഒരു എന്താ പറയേണ്ടത്, വേറെ ഒരു ധനലക്ഷ്മീനെയോ അല്ലെ അങ്ങനത്തെ ലക്ഷ്മീനെയോ മറ്റു കാണുന്ന പോലെ അക്ഷരങ്ങളെ ആത്മാവാക്കി, അക്ഷരങ്ങൾ ഭക്ഷിക്കുകയും അക്ഷരങ്ങൾ കൊണ്ട് എന്താ പറയുക അക്ഷരങ്ങളിലൂടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബിംബമാണ് ശാരദ എന്ന് പറഞ്ഞത്. അത് വല്ലാത്തൊരു ഭാവനയാണ്. കാരണം ഇത്രയേറെ പ്രതിഷ്ഠ നടത്തിയെങ്കിലും തൻ്റെ വിശ്രമസ്ഥാനത്ത് അക്ഷരദേവത മതി എന്ന് പറയുമ്പോൾ എന്നെ എപ്പോഴും അമ്പരപ്പിച്ചു. ഒന്നുകൂടി ഞാൻ പറയാം, കാരണം ഈ അതെവിടെ വെച്ചാണ് ഞാൻ പലപ്പോഴും വാചാലനാകാറുണ്ട്. കാരണം എങ്ങനെയാണ് ഈ താഴ്വരയ്ക്ക് ഇത്രയും ഭംഗി കിട്ടിയത്? അന്ന് ശാരദാമഠമൊന്നും ഇല്ലായിരുന്നു. ഒരു കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കിണറ്റിൽ നിന്ന് വെള്ളം കോരി ബാത്തറ്റാച്ച് മുറിയൊന്നും അക്കാലത്തില്ലല്ലോ. കിണറ്റിൽ വെള്ളം കോരി തലവഴി ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അറിയാതെ ഒരു പാടിപ്പോവുകയാണ്. ഒന്നായ മാവതിയിൽ ഇന്നായിരം കൂടി വന്നാശു സൽമാൻ. ഇത്ര മനോഹരമായ എന്നും പൂക്കുന്നൊരു വാക്കിൻ്റെ ഒരു വല്ലാത്തൊരു ശാഖ അവിടെ, വല്ലാത്തൊരു അനുഭവം. അത് അവിടെയാണ് നിന്ന് കുളിച്ച സ്ഥലത്താണ് ശാരദ അവിടുത്തെ കുറ്റിയടിച്ചിരുന്നത്. നമ്മളെ ഉറുവരമാണ് അവിടെ, ഊഷരമല്ല ഉറുവരം. എന്തുകൊണ്ട്? അക്ഷരാത്മികയുടെ ശക്തി, പൃഥ്വി അമ്മ, ഈ ഭൂമിയെ ഗുരു സ്നേഹിച്ചിട്ടുണ്ട്. അതാണ് ജനനീ നവരത്നമഞ്ജരി, ജനനീ അമ്മയെ. ആ ഭാഗത്താണ് ഗുരുദേവൻ എന്ത് ചെയ്തത്? അവിടെ ശാരദാമഠത്തിൽ. ഇന്ന് നമുക്ക് ആ മണ്ണിൽ ചവിട്ടുമ്പോഴും നമുക്ക് വളരെ ഉൾക്കൊള്ളിലുണ്ടാകും. കാരണം അതാണ് ഗുരു അത്രയേറെ ഈ ഭൂമി അത്രയേറെ സ്നേഹിച്ചിരുന്നു. അതാണ് ഞാൻ കണ്ടിന്ന് പറഞ്ഞ. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് പറയാനില്ലല്ലോ. അതിന് അവിടെ തന്നെ സ്വയംഭൂവായ രീതിയിലാണ് ഇപ്പോൾ ഈ ശാരദാദേവി ഇരിക്കുന്നത്. അവർ പ്രതിഷ്ഠാവേളയിൽ ആശാനം ചൊല്ലിയില്ലേ നിമിഷങ്ങൾ കൊണ്ട്? ഓം വ്യാപിവാം മഹിവിധം ജഗസ്ഥിത വ്യാജനോദമോ ദേവദാശിതം കവിഹസ്ത പരിവാദിനികൾ കകളി കല. അത്ര മനോഹരമാണ് സംസ്കൃത അക്ഷരങ്ങൾ പെട്ടപ്പെട്ട. അതാണ് ഈ ഭൂമിയുടെ മഹത്വം. ഗുരുവും ശിഷ്യനും ഈ ഭൂമിയെ സ്നേഹിച്ചു, അക്ഷരങ്ങളെ സ്നേഹിച്ചു. അവിടെ അക്ഷരാത്മീയാന്തിയാണ്. അപ്പോൾ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച വിദ്യാദേവതയെ ഇന്ന് സമൂഹം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് വിദ്യാരംഭം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, അവർക്ക് വലിയൊരു സംതൃപ്തിയാണ് അതിലൂടെ. അത് ഉണ്ടാകാതിരിക്കാൻ തരമില്ല, ഉണ്ടായേ പറ്റൂ. കാരണം ഗുരു, ഞാൻ പറഞ്ഞില്ല തുടക്കം തന്നെ പറഞ്ഞ അത്രയും ആ മണ്ണിൻ്റെ മഹത്വമാണെന്നാണ് പറഞ്ഞത്. മണ്ണിനെ മറന്നുകൊണ്ട് നമുക്ക് മണ്ണിനെ മറക്കുന്നത് മനുഷ്യൻ്റെ ദുരന്ത വ്യസനങ്ങളെന്ന് പറഞ്ഞ് ഞാനൊരു ലേഖനം അതിപ്പോൾ അവസരവചനോട് പറഞ്ഞതന്നേല്ലേ. കാരണം അത് പണ്ടെവിടെ അത് ഈ ഗുരുവീക്ഷണത്തിലെ ശിവബാബു ഈ 2 മാസം മുമ്പെടുത്ത് കൊടുക്കുകയും ചെയ്തു. മണ്ണിനെ മറക്കുന്നത് മനുഷ്യൻ്റെ ദുരന്ത വ്യസനങ്ങളെന്നും പറഞ്ഞിട്ട് വയനാട്ടിലെ സംഭവം ഞാൻ എഴുതിയിരുന്നു അതിന്. കാരണം അവിടെ നമ്മൾ പോകുമ്പോഴേ ഇഷ്ടിക ചൂളകളാണ് കാണുന്നത്. അവിടെ ഒരു കാലത്ത് ഇലപ്പോൾ ഹരിതാപമായിരുന്ന വയനാടൻ മലയിടുക്കുകൾ ഞാൻ നോക്കുമ്പോൾ, പിന്നെ ഞാൻ അതിലെ യാത്ര ചെയ്തപ്പോഴെന്താ വരും കാപ്പി സെറ്റിലും സീതത്തൊടിലൊക്കെ കൂടെ പോകുമ്പോൾ അവിടെയൊക്കെ ഈ ഹരിതാപം എന്ന് പറഞ്ഞ അവസ്ഥയില്ല. അപ്പം നമ്മളെ പരിതാപമാണ് നമുക്ക് അവിടെ നിന്നുണ്ട്. എന്താണ്? അവിടെയെല്ലാം ഇഷ്ടിക ചൂളകളുണ്ട്. അവിടെ പുതിയ പുതിയ മണിമന്ദിരങ്ങൾ വന്നിരിക്കുകയാണ്. പുല്ലുമേഞ്ഞ വീടുകളൊന്നും അവിടെ ഇല്ല. അപ്പം അന്നേ ഞാൻ അന്ന് ലേഖനം എഴുതിയതാണ് ഞാൻ, മണ്ണിനെ മറക്കുന്ന മനുഷ്യൻ്റെ ദുരന്ത വ്യസനങ്ങളെന്നും പറഞ്ഞിട്ട്. അത് ഗുരുവീക്ഷണത്തിലെ ശിവബാബു അത് ഈ കാര്യത്തിൽ 2-3 ലക്കങ്ങൾക്ക് മുമ്പെടുത്ത് കൊടുത്തിരുന്നു. അതിപ്പോൾ ഈ ശിവഗിരി ദുരന്തം വരുമ്പോൾ ഞാനത് ആലോചിച്ച് പോവുകയാണ്. കാരണം മനുഷ്യൻ മണ്ണിനെ മറന്നതിൻ്റെ ഫലമാണ്. സ്വയം വരുത്തി വെച്ച വിനയാണത്. കാരണം ഈ പൊന്മുട്ട എടുത്ത് താറാവിനെ കൊല്ലുന്ന കണക്കാണ്. അപ്പം മനുഷ്യനിർമ്മിതിയാണ് ഈ ദുരന്തം. അതെ, എല്ലാത്തിനും കാണാൻ കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ അവരൊക്കെ പറയുന്നത് എത്രയോ ശരിയാണ്. കാരണം പ്രകൃതിയാണ് അവർ സാഹസികരാണ്. അവർ മണ്ണിനെ എന്താ പറയുക മണ്ണുമായി മല്ലിടുന്ന ഒരു മനസ്സാണ് വയനാട്ടിലെ മനുഷ്യർക്കുള്ളത്. അവരവിടെ പൊന്നു വിളയിച്ചു, ശരി തന്നെ. പക്ഷേ എന്ത് ചെയ്ത് അവസാനമായി വന്നപ്പോൾ ആ പൊന്നു വിളയിക്കുന്ന പോയി. കാരണം അതാണ് പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊണ്ടെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലല്ലേ? അവരവസാനം കംപ്ലീറ്റ് എല്ലാം പാശ്ചാത്യ രീതിയിൽ ജീവിക്കാൻ വെമ്പി, പഴയ മണ്ണിനെ മറന്നു. ഇന്ന് അവിടെ ജീവിച്ച മൃഗങ്ങൾ പോലും നാട്ടിലോട്ട് ഇറങ്ങി പോരുകയാണ്. ഇതാ സംഭവം. നാട്ടുകാർക്ക് സ്വൈര്യമില്ല. അതെ. അപ്പോൾ അതാണ് മണ്ണിനെ മറക്കുന്ന മനുഷ്യൻ്റെ ദുരന്ത വ്യസനങ്ങൾ എന്നുള്ള ലേഖനം അന്ന് നമ്മുടെ അഭിയാനത്വങ്ങൾ പുസ്തകത്തിൽ അതുകൊണ്ട് അടുത്ത് ചേർത്തു. അതിൽ നിന്നാണ് ആ ശിവബാബു എടുത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ പ്രവാചകനൊന്നുമല്ല എങ്കിൽ തന്നെയും നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട്. കാരണം പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പ്രകൃതിയെ സ്നേഹിക്കുക. കാരണം ഇപ്പോൾ പ്രകൃതി പിടിച്ച് ചുരുട്ടിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നോടുന്നു വികൃതി വിടുന്നതിനായി വില ചെയ്യില്ല. അകൃതി ഫലാഗ്രഹം മറ്ററിഞ്ഞിട്ടാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി വല്ലാത്തൊരു സംഭവമാണ്. കാരണം അത്
സുനാമിയായിട്ടൊക്കെ വന്ന് അടിച്ചു തീർത്തില്ല. കാരണം മനുഷ്യൻ്റെ ദുരമൂത്ത മനുഷ്യനെ എല്ലാം അങ്ങനെ ചെയ്യും. കടലും കരയും അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കോവിഡും പ്രളയവും സുനാമിയും ഈ വയനാട്ടിലെ ദുരന്തവും ഒക്കെ മനുഷ്യനിർമ്മിതി. അതാണ് ഞാൻ പറഞ്ഞത്, മണ്ണിനെ മറക്കുന്ന മനുഷ്യനെ ദുരന്ത വ്യസനങ്ങൾ എന്നുള്ള ലേഖനം അന്ന് ഞാൻ എഴുതി. ഇതിനെല്ലാം ഗുരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രകൃതിയെ വളരെ സ്നേഹിച്ച ആളാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് സ്വാമിജിയുടെ പ്രാപ്തിക്കനുസരിച്ച് സമൂഹത്തിൽ പകർന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട് ലേഖനം. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ പണ്ട് വയനാട്ടിലൂടെ കാണുമ്പോൾ പോകുന്ന കാഴ്ചകൾ ഇപ്പോൾ കാണാൻ നമുക്ക് പറ്റുന്നില്ല. അതായത് മഞ്ഞണിഞ്ഞമായ മലകളും അതുപോലെ പച്ചക്കുന്നുകൾ, പച്ചവിരിച്ച പാടങ്ങളും കാപ്പിയും കുരുമുളകും ഒക്കെ ഉണ്ടാകും. പക്ഷെ അവിടെയൊക്കെ ഈ പുല്ലുമേഞ്ഞ വീടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അവിടെ മണിമന്ദിരങ്ങളാണ്. അതെങ്ങനെ കൊണ്ട് അവിടെ മണ്ണ് അവർ തന്നെ കുഴച്ച്, അവരെ രക്ഷിച്ച മണ്ണ് തന്നെ അവർ ചവിട്ടിക്കുഴച്ച് എന്ത് ചെയ്ത് പുതിയ വൃക്ഷങ്ങൾ നടുകയല്ലേ ചെയ്യുന്നത്. അവർ മണിമന്ദിരങ്ങൾ പണിതു അവിടെ. അപ്പോൾ ഭൂമിക്ക് താങ്ങാൻ പറ്റാതായി, മൺകൂരകൾ മാറി. അതെ, ഭൂമിക്ക് അപ്പം ഭൂമി പൊട്ടിത്തെറിച്ചു. ഭൂമിക്ക് അതിലേ പറ്റൂ. കാരണം അവർക്ക് അത് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് ഇങ്ങനെയൊക്കെ ഭൂമിക്കും അത് അവിടുത്തെ വൃക്ഷങ്ങൾക്കൊന്നും സംസാരിക്കാം. പക്ഷെ അവരുടെ ചില മഹത്വം കാണിക്കും. അവസാനം എല്ലാത്തിനും ചുരുട്ടിയായിട്ട് മാറ്റിയില്ലേ. അപ്പോൾ അതാണ് പ്രകൃതിയെ വേദനിപ്പിച്ചാൽ തിരിച്ച് അനുഭവിക്കേണ്ടി വരും, ഉണ്ടാവും. കാരണം എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഈ മണ്ണിൽ ജനിക്കുമ്പോൾ തന്നെ മനുഷ്യന് മണ്ണുമായിട്ടൊരു ബന്ധമുണ്ട്. ആ മണ്ണിൽ അവൻ തന്നെ വൃക്ഷങ്ങൾ വയ്ക്കുന്നു, അവൻ തന്നെ നെല്ല് വിതയ്ക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഇതാണ്. പക്ഷേ ആഡംബരങ്ങളിലേക്കൂടെ മനുഷ്യൻ പോകുമ്പോൾ അവന് തോന്നുന്നു ഇവിടെ നിന്നും പോരാ, ഇതൊക്കെ ഈ മലകളൊക്കെ ഇടിച്ച് നിരത്തിയിട്ട് അവിടെ പുതിയ കൊട്ടാരം ഉണ്ടാക്കണം, അവിടെ അതങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യമാണ്. എനിക്കൊരു പരിധി ഉണ്ടെന്നുള്ളതാണ്. പരിധി വിടുമ്പോഴാണല്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതാണ്. അപ്പോൾ സ്വാമിജി സപ്തതിയിൽ എത്തി നിൽക്കുന്ന സ്വാമിജി ശിവഗിരിയിൽ വന്നിട്ട് എത്ര വർഷം? ശിവഗിരിയിൽ വന്നിട്ട് ഇപ്പോൾ 83 ഞാൻ വരുന്നത്. 1983 കനക ജൂബിലി കാലം 83. അപ്പോൾ കുട്ടി നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഈ കാലയളവിൽ ശിവഗിരിയുടെ ഭരണസമിതിയിൽ എപ്പോഴേലും ഇതുവരെ മത്സരിച്ചിട്ടില്ല. അങ്ങനെ ഒരു താല്പര്യവും ഇല്ല. ഇനി നാളെ വരാൻ ഇത് വരാനും ആഗ്രഹമില്ല. ഇതുവരെ ഞാൻ നോമിനേഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇവിടെ ഒരു താവളം അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാസിക, ശിവഗിരി മാസികയുടെ പ്രചാരകനായിരുന്നു. തുടങ്ങി പറയാമല്ലോ, പ്രചാരകനായി. ബ്രഹ്മവിദ്യ പഠിക്കുമ്പോഴും ഞാനൊരു സഞ്ചിയൊക്കെ അവിടെയൊക്കെ അന്ന് 20 രൂപയാണ് ഒരു മാസികയ്ക്ക് മാസമായിട്ട്. ഒരു വർഷത്തേക്ക് 20 രൂപയാണ്. ഈ പറഞ്ഞ ഈ വയനാട്ടിലൊക്കെ ഞാൻ പോയി നടന്നിട്ടുണ്ട്. എനിക്ക് വയനാട് ഈ മലകളുടെയും പുഴകളുടെയും അതുപോലെ നാടുകളാണ് എനിക്കിഷ്ടം. ഇടുക്കി, കുമരകം. അത് കുമരകം കായലുകളുടെ നാടാണ്, ഇടുക്കി മലകളുടെ നാടാണ്. അതുപോലെ തന്നെ പിന്നെ വയനാട് പച്ചപ്പിൻ്റെ നാടാണ്, വനങ്ങളുടെ നാടാണ്. അവിടെയൊക്കെ ഞാൻ നടന്നിട്ടുണ്ട്, അവിടെയൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ വരിക്കാർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് 10,000 വരിക്കാർ ആയെന്ന് പറഞ്ഞാൽ ഒരാളാണ്. അധികം ഏജന്റുമാരെയും പ്രചാരകരെയൊന്നും വെച്ചിട്ടില്ല. എൻ്റെ വൻപ് കുറേയല്ല, അന്നത്തെ കാര്യം കുറേയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. തന്നെ കഷ്ടപ്പെട്ടു. അതെ. അവിടെ അപ്പോൾ ആ യാത്രയിൽ കവിതയും കഥയൊക്കെ വരും, അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ഞാൻ വരുന്നത് നോക്കി നിൽക്കും. അശോകനാണ് ഏതാണ് മോഹൻ ശങ്കറിൻ്റെ പ്രസിലായ മാസിക അടിക്കുന്നത്. അവിടെ കൊണ്ട് ഞാൻ കാശ് കൊണ്ടുവന്നിട്ടൊന്നും കൊടുക്കാൻ 10 പൈസ ഞാൻ 10 പൈസ കമ്മീഷൻ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഈ അടുത്ത കാലം വരെ, ഈ കോവിഡിൻ്റെ കാലത്ത് ഞാൻ അവിടെ ഒരു 300-500 വരിക്കാരെ ഞാൻ ചേർത്ത്. കോവിഡിൻ്റെ കാലത്ത് നമ്മുടെ അവിടെ പലരും വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും 10 പൈസ ഞാൻ കമ്മീഷൻ. അതുപോലെ തന്നെ പണം കൊടുക്കും. എനിക്ക് സന്തോഷമാണ്. കാരണം ഗുരുവിൻ്റെ പേരിൽ. പിന്നെ എങ്ങനെയൊക്കെ അത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ യാത്രയിലൊക്കെ എവിടെയും പോയി ഗുരുവിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞ് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും, അതുകൊണ്ട് ഭക്ഷണം കഴിക്കുകൊണ്ട് കിടക്കുമെന്നല്ലാതെ ഇതിൽ നിന്ന് 10 പൈസ കമ്മീഷൻ ഞാൻ ഇതുവരെയും വാങ്ങിച്ചിട്ടില്ല. ഇത്രയും വാങ്ങിച്ചിട്ടില്ല. ഈ ഒരു ദേശത്തിൻ്റെ കഥ എഴുതിയ SK പൊറ്റക്കാട് സഞ്ചാരം സാഹിത്യകാരൻ. അപ്പോൾ സ്വാമിജിയുടെ സഞ്ചാരങ്ങളും ഈ സാഹിത്യത്തിലേക്ക് കുറേ സ്വാധീനിച്ചിട്ടുണ്ട്. ആ യാത്രയിലാണ് എൻ്റെ കവിതകൾ കൂടുതലും ലേഖനങ്ങളും ഒക്കെ എഴുതാൻ പ്രചോദനം ഉണ്ടായത്. പിന്നെ ഇതിനകത്ത് വേറൊന്നും കൊണ്ട് സ്വഭാവമായിരുന്നത്. കാരണം നമ്മൾ നിഷ്കാമകർമ്മിയാകുമ്പോഴാണ് നമ്മളെ കൂടുതൽ ഈ എന്താ പറയേണ്ടത്, സമർപ്പണ ഭാവം നമുക്ക് വരുന്നത്. സമർപ്പണം ഞാൻ കൂടുതലും അക്ഷരങ്ങളുമായിട്ട് സല്ലപിക്കുക, അക്ഷരങ്ങളിലേക്ക് തിരികെ ചെയ്യണമെങ്കിൽ എന്നിൽ അറിയാതെ ഞാൻ നിഷ്കാമ കർമ്മം, സ്വാർത്ഥത എവിടെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഉള്ളകം മൊത്തത്തിൽ വിദ്വേഷം, വിദ്വേഷാവഹ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. എവിടെ വിദ്വേഷത്തിൻ്റെ വിഷവേരുണ്ടോ അവിടെയൊക്കെ അക്ഷരങ്ങൾ മുന്നോട്ട് പോകും. അക്ഷരതകൾ അതാണ് അനുഭവത്തിൽ. നമ്മൾ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അത്
പക്ഷെ അക്ഷരോപാസന ഒരിക്കലും വിദ്വേഷം ഉണ്ടാകാൻ പറ്റില്ല. അവനിൽ വിദ്വേഷം വന്നാൽ പിന്നെ അവനൊന്നും എഴുതാൻ പറ്റില്ല. ഒരു വാക്ക് പോലും എഴുതാൻ പറ്റില്ല. അതാണ് മാ വിദ്വേഷാവഹ എന്നുള്ളതാണ്. സഹനാഭവതു സഹനോപനക്തു. വായിക്കുന്നവർക്ക് അത് മനസ്സിലാകും ചിലപ്പോൾ. അതൊരു അങ്ങനെയുള്ള രീതിയിൽ കിട്ടിയത് വന്നതാണ് എൻ്റെ കാര്യം. അപ്പോൾ അതാണ് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ എന്തിന് യാത്ര ചെയ്യും, നമ്മളിപ്പോൾ മാസികയുടെ പ്രചാരകനായിട്ട് പോകുന്നത് അവിടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് അത് അതേപോലെ തന്നെ കുറിച്ച് നമ്മളിവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം. അല്ല ആ നിർവൃതിയിൽ നമ്മുടെ കയ്യിരിക്കുന്ന അക്ഷരച്ചെപ്പാണ് ഈ മാസിക. അപ്പോൾ അതിൽ നമ്മൾ ലേഖനങ്ങൾ എഴുതാൻ പ്രചോദനമുണ്ട്. അതിന് കൂടെ നിൽക്കുന്നവർ ബാലകൃഷ്ണൻ നായർ സാറ് അവരെ കൊണ്ട് കാണിക്കുമ്പോൾ അത് കൊള്ളാം. അങ്ങനെയാണ് ഒരു പുസ്തകം പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങുന്നത്. ഗ്രന്ഥകാരനാകുന്നത് അങ്ങനെയാണ്. മാസികയാണ് എന്നെ വളർത്തിയത്, എന്നെ എഴുത്തുകാരനാക്കിയത് ശിവഗിരി മാസിക. ജീവിതത്തിൽ ശിവഗിരി മാസിക വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നെ ശിവഗിരിയിൽ വന്നിട്ട് മാസികയിൽ കൂടി എഴുതി മാസികയിൽ ആൾക്കാരെ വരിക്കാരായി ചേർക്കുമ്പോൾ തന്നെ ഈ അക്ഷരനിരകളിൽ ഒരു ചെറിയൊരു ഇത് വരും. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് അതുകൊണ്ട് എനിക്ക് വേറൊരു ആഗ്രഹമൊന്നുമില്ല. ഈ പറഞ്ഞ ഭരണസമിതി വരണമെന്ന് ആഗ്രഹിക്കും. കാരണം ഈ മേഖലയിൽ തന്നെ പോയാൽ മതി. അപ്പം അതറിഞ്ഞുകൊണ്ട് ശാശ്വതി കാണിച്ചാൽ ഉള്ളവരെല്ലാം എന്നെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചാരകം മാനേജരാകുകയും മാനേജർ ചീഫ് എഡിറ്ററാകുകയും ഒക്കെ ചെയ്തതിൻ്റെ കഥ അങ്ങനെയാണല്ലോ. അത് വേറെ ഒന്നുമല്ല. അതിവിടെ ഇപ്പോഴത്തെ ഭരണസമിതിക്കാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും ഏറ്റെടുത്ത് അങ്ങനെ അല്ല. സന്യാസിമാരുടെ ഇടയിലെ ഒരു സാഹിത്യകാരന്മാരുടെ ഇടയിലെ സന്യാസിയായ ഒരു ഭക്തൻ, ഗുരുവിൻ്റെ ദർശന പ്രചാരകൻ എന്ന നിലയിലാണ് സ്വാമിജിയുടെ സേവനമെന്ന് എല്ലാ സ്വാമിമാർക്കും അറിയാം, സന്യാസിമാർക്കെല്ലാം അറിയാം. ആ ഒരു അംഗീകാരം അവർ തരുന്നുമുണ്ട്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ. കാരണം പലരും സ്വാമി ചോദിച്ചില്ലെന്ന് മാത്രം കുറച്ച് ഇടവേള വിട്ടു നിന്നു ഒന്നും എഴുതാതെയൊക്കെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ആരോഗ്യ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് കൂടുതലും ഈ സർഗാത്മകമായിട്ട് എഴുതാനുള്ള ബുദ്ധിമുട്ട് വരും. കാരണം ശരീരം അതിന് വഴങ്ങുന്നില്ല. മനസ്സ് ഉണ്ടെങ്കിൽ തന്നെ ശരീരത്തിൻ്റെ ആവശ്യമില്ല. അതുണ്ട്. അല്ല, ഈ രചനകൾ കൂടുതലും രാത്രിയിലാണ്. രാത്രിയിൽ എഴുതാമെന്ന് പറഞ്ഞാലേ, കാരണം ഈ പകൽ സമയത്ത് നമ്മൾ പല കാര്യങ്ങൾ വ്യാപൃതരാണല്ലോ. രാത്രിയാകുമ്പോൾ വൃക്ഷങ്ങൾ എന്താ പറയുക, വൃക്ഷങ്ങൾ കാറ്റും ആകപ്പാടെ ഇത് ഒരു വല്ലാത്ത ശിവഗിരി കുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ കാണുന്ന വല്ലാത്തൊരു അവസ്ഥയുണ്ട്. ശബ്ദങ്ങൾ തീരെയില്ല. ഈ സ്വനവും അടങ്ങ് വിടം സ്വയം പ്രകാശം എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. സ്വനവും അടങ്ങ് വിടം സ്വയം, ശബ്ദങ്ങളെല്ലാം ഒതുങ്ങുന്ന സമയത്ത് തനിമയമായി ഗഗനം ജ്വലിക്ക് വന്നാൽ അണയും അതിങ്കളെ ശിഷ്യകൃഷിയായ ഇവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവും അടങ്ങ് വിടം സ്വയം. ഇത് ചുമ്മാ ചൊല്ലിയാൽ പോരാ, നമ്മൾ അതിനോട് താതാത്മ്യപ്പെടുമ്പോഴും നമുക്ക് മനസ്സിലാകും എല്ലാ ശബ്ദങ്ങളും ഒതുങ്ങുന്ന അവസ്ഥ. അതാണ് ഈ മൗനത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ മൗനത്തെക്കുറിച്ച് കൂടുതൽ എഴുതിയിട്ടുണ്ട്. ഗുരു എവിടെയെല്ലാം മൗനം എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ മൗനത്തെ എല്ലാം കൂടി ചേർത്തിട്ട് ഗുരുവിൻ്റെ മൗനം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നല്ല 1 ഡസൻ ലേഖനങ്ങളിൽ ഞാൻ ഗുരുവിൻ്റെ മൗനത്തെക്കുറിച്ച് എന്നെ കൂടുതലും ചിന്തിപ്പിച്ചിട്ടുള്ള ഈ മൗനം, സൈലൻസ്. ഈ സൈലൻസിന് വോയിസ് ആകാൻ കഴിയും. വോയിസ് ഓഫ് ദ സൈലൻസ് എന്ന് പറഞ്ഞിട്ട് മാഡൻകോടിൻ്റെ ഒരു പുസ്തകമുണ്ട്. അത് ഞാനൊക്കെ തേടിപ്പിടിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ മൗനത്തിൽ നിന്ന് വാക്കുകളുണ്ടാവും, നല്ല ഘനഗംഭീരമായ വാക്ക്. കുറേ നേരം മൗനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇത്. പക്ഷേ ശരിയായ മൗനം ആയിരിക്കണം. നമ്മൾ ചുമ്മാതെ മിണ്ടായിരിക്കുമ്പോൾ ഉള്ളിൽ കോലാഹലം ഉണ്ടാക്കി പിന്നെ പ്രശ്നമുണ്ട്. ഉള്ളും ശാന്തമാണ്. അത്തരം ഒരു മൗനത്തിൻ്റെ വല്ലാത്തൊരു അവസ്ഥ ഗുരു അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗുരു പലപ്പോഴും ഇതാണ് മയിലിന്മയിൽ ആടുമുണ്ണിയും മറയരുത് മനോമൗന വീട്ടിൻ വിളക്കിയതെല്ലാം സുബ്രഹ്മണ്യനെ കുറിച്ച് പറയുമ്പോൾ ആ വാക്കിൽ എന്തൊക്കെ ഊർജ്ജമുള്ളതെന്നറിയാം. വല്ലാത്ത ഊർജ്ജമാണ്. അത്ര മൗനത്തെ ഇത്രയേറെ സ്നേഹിച്ചിട്ടുള്ള ഒരു ഋഷി, ഋഷിയില്ല മനീഷ്യ ഋഷി. ആ ഗുരുദേവ കൃതികൾത്തിന് എത്രയോ ഭാഗത്താണ് ചിന്തിച്ചത് കിടക്കുന്നത്. അപ്പോൾ ഈ ശിവഗിരിയിലെ പല ആളുകളും മൗന ഖനാമർദാബ്ദി എന്നെല്ലാം ഉള്ളതുണ്ട്. അതെന്ത് പ്രയോഗമാണെന്നറിയാം. കാരണം ഒരു നദിയെ ഒരു അബ്ധി തന്നെ പല പ്രയോഗങ്ങളുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഞാൻ വാചാലനായി പോയി. കാരണം അറിയാമോ, നിങ്ങൾ ചോദിക്കുന്നത്. കാരണം അത്രയേറെ മൗനത്തെക്കുറിച്ച് പറയാൻ ഒരു മണിക്കൂറുകൾ തന്നെ വേണം. മൗന ഖനാമൃതാബ്ദി എന്നുള്ള പ്രയോഗം അതിമനോഹരം. എരിനരകാബ്ദി എന്ന് പറയുന്നുണ്ട്. ഗുരുവിൻ്റെ ചിന്തോദ്യോഗമാണ്. എത്രയോ അബ്ധികൾ ഉണ്ടെന്നറിയാം. പക്ഷെ അവിടെ മൗന ഖനാമൃതാബ്ദിയുടെ തീരത്തിരുന്നാണ് ഗുരു ഈ രചനകളൊക്കെ ഗുരുവിൻ്റെ രചനകൾ. അപ്പോൾ ഈ സ്വാമിമാരുടെ 109-ാം മുറിയിൽ എപ്പോഴും രാത്രി കാലങ്ങളിൽ ലൈറ്റ് കാണുന്നു. അത് എപ്പോഴും ഉണ്ടാവില്ല. ഞാൻ 8 മണിക്ക് കിടന്നുറങ്ങും. പക്ഷേ ഈ എഴുത്ത് വരുമ്പോൾ സമയത്ത് ഞാൻ ചിലപ്പോൾ പുലർച്ചെ ഒക്കെ എഴുതാറുണ്ട്. എന്നിട്ട് അത് പിന്നെ പാഡിൽ എഴുതിയിട്ട് പിന്നെ പകൽ സമയത്തിരുന്നത് പുതുക്കി എഴുതും. അങ്ങനെയാണ് ആദ്യം ഇത് വെച്ചിരുന്നതായിട്ട്. അപ്പോൾ പുലർകാലത്താണ് അക്ഷരങ്ങൾ കൂടുതൽ അതെ മനസ്സിലേക്ക് കടന്നു വന്ന് എങ്ങനെ രചന ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ രചനയും പുലർകാലം അല്ല
രാത്രിയിലൊക്കെ എഴുതും. പക്ഷേ എങ്കിലും പ്രഭാതം ആകുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു ഊർജ്ജം, പിന്നെ പ്രഭാതത്തിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ. അല്ല, ഞാനിത് പറയാൻ കാര്യം നമ്മുടെ ഓഫീസിലെ ഗീതു ചില കുറിപ്പുകൾ സ്വാമിജിയെ പറ്റി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, മാസം, ദിവസം, സമയം 3:30 AM, അതെ 2 AM. അത് കാരണം കുളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ആ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തോർത്തിട്ട് ഉടനെ വന്നത് എഴുതി. പിന്നെ ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയാൽ അപ്പോൾ അവിടെ ഇരുന്ന് എഴുതുക. അത് വല്ലാത്ത എഴുത്താണ്. പക്ഷെ പിന്നെ ഒരു വാസ്തവക്ക് പിന്നെ എഴുത്തില്ല, പിന്നെ എഴുതിയത് തന്നെ അത്രനും ഒരു വല്ലാത്ത ഇതാണ്. പിന്നെ അത് പിന്നെ ചിറകൊതുക്കി എടുത്ത് ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഈ എഴുതുന്ന വേളയിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത്, എഴുതുന്ന വേളയിൽ ഈ പേനയിലുടെ പിന്നിൽ ക്യാപ്പ് നിർബന്ധമാണ്. ഈ പേന, ഫൗണ്ടൻ പേന എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. കാരണം കുട്ടിക്കാലം മുതൽ ഒരു പേന കിട്ടിയിരുന്നത് ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഒന്നും പേന വാങ്ങിക്കാൻ പൈസയില്ല. പക്ഷേ പേനയോട്, ഫൗണ്ടൻ പേനയോട് എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. അങ്ങനെ എൻ്റെ പല ഒരു അധ്യാപകനായ ഒരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളി പിന്നെ ഞാൻ കുളിക്കാൻ നിൽക്കുന്ന കുളത്തിനരികെ കൂടിയാണ് പുള്ളി സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്നത്. ഒരു ചെറിയ ഹാൻഡ് ബാഗൊക്കെ ഇട്ട്, പ്രതാപൻ എന്ന് പറയും, അമ്മയുടെ ചേട്ടൻ്റെ മകൻ പ്രതാപൻ ചേട്ടൻ. അപ്പോൾ ഒരു ദിവസം ഞാൻ പേന എനിക്ക് വേണമെന്നു. അപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം വരുന്ന വഴിക്ക് ഞാൻ കുളിക്കാൻ തോർത്തുമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഇളം റോസ് നിറത്തിലുള്ള പേന എനിക്ക്. അപ്പോൾ ആ പേന തന്നിട്ട് പറഞ്ഞ്, വീട്ടിൽ കൊണ്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ പേന തുറന്നിട്ട് ഞാൻ അതിൻ്റെ ക്യാപ്പ് എൻ്റെ പുറകിൽ കുത്തി. അതിനുശേഷം എനിക്ക് ആ പേന ഉപേക്ഷിക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ അതിൽ മഷി നിറയ്ക്കുക, അതിനെ എഴുതുക എന്നെല്ലാം. പെട്ടെന്ന് ക്യാപ്പ് എനിക്ക് എപ്പോഴും നിർബന്ധമാണ്. ക്യാപ്പ് ഉണ്ടെങ്കിലേ എനിക്ക് എഴുത്തുള്ളൂ. പേനായി ഇപ്പോൾ സ്കൂളിൽ തന്നെ പിള്ളേർ പിന്നെ പേന ക്യാപ്പ് ഇങ്ങനെ തുറന്നിട്ട് കയ്യിലൊരു ക്യാപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ എഴുതുക, അതെനിക്കിഷ്ടമല്ല. എനിക്ക് ആ പേനയുടെ ക്യാപ്പും കുത്തി തൃപ്തിയാവുള്ളൂ. ഇന്നും ഇത് പേന കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതില്ലെങ്കിൽ അടുത്തത് കയ്യിൽ പിടിച്ചിട്ട് അവരെടുക്കുന്ന ക്യാപ്പ് വാങ്ങിച്ച് കുത്തിയിട്ട് ഞാൻ എഴുതും. അപ്പോൾ അതെനിക്കൊരു വല്ലാത്തൊരു വാത്സല്യം. അല്ലത് പലരും പറഞ്ഞിട്ടുണ്ട്, സ്വാമിജി ആരെങ്കിലും മുമ്പിലിരുന്ന് എഴുതുവാണെങ്കിലും അവർ സുഹൃത്തുക്കൾ ക്യാപ്പ് ഊരിയിട്ട് പേന തരും. ആ ക്യാപ്പ് ഉണ്ടെങ്കിൽ നന്നേക്കെന്നും പറഞ്ഞ് അത് വെച്ച് എഴുതുള്ളൂ. ഒരു തൃപ്തി വരണം, സന്തോഷം. അപ്പോൾ ഒരു നാളെ സപ്തതി സ്വാമിജിയുടെ ഉറ്റവരെല്ലാം ചങ്ങാതിമാരെല്ലാം ഒന്നിച്ച് കൂടുന്നുണ്ട്. അതെ, സപ്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പല രോഗങ്ങൾ അലട്ടുന്ന ഒരാളാണ് ഞാൻ. എനിക്കിനിയിപ്പോൾ ഈ അടുത്ത ഒരു പിറന്നാൾ ആഘോഷിക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ ഞാൻ വിഷമത്തിലാണ്. അതുകൊണ്ട് ഇത് ഇപ്പോൾ നിങ്ങളിപ്പോൾ സോമാതനാണിത് ഇങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യം എന്നുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ, വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞങ്ങളുടെ മുമ്പിലുള്ളത്. എന്നെനിക്ക് ഭാവമില്ല. നമ്മളിപ്പോൾ ഞാൻ പറയും താഴ്വരയിൽ തന്നെ നിൽക്കുന്ന ആളാണ്. മുകളിലേക്ക് പോകാൻ ആ തൃപ്പാദങ്ങളുടെ ആ വലിയ മഹിമാവിലേക്ക് എത്താൻ എനിക്ക് പറ്റില്ല. ഞാനീ താഴ്വരയിൽ നിന്നുകൊണ്ട് തന്നെ ഈ അമ്മയെ ഉപാസിച്ചും ഇവിടെ താഴ്വരയിൽ നിന്ന് താണതലത്തെ നേരിടും. അവിടെ അങ്ങനെ നിൽക്കാനാണ് എനിക്കിഷ്ടം. ഉയരങ്ങളിലേക്കൊന്നും പോകാൻ. ഗുരുഭക്തിയുടെ ഔന്നത്യം, വിദ്യാദേവതയുടെ ഔന്നത്യം, ഈ സാഹിത്യലോകത്തെ ഔന്നത്യം ഇനി ഒന്നുകൂടി ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരോടുകൂടി പറയാം. കാരണം ഞാൻ ചില സമയങ്ങളിൽ ഇപ്പം തന്നെ ചോദിക്കും. കാരണം ഞാൻ സമാധി മന്ദിരത്തിൽ പോകാറ്. കാരണം എനിക്ക് ഈ പുരോഹിതൻ വേറെ ആരും ആക്ഷേപിക്കുന്നില്ല. അവിടെ ഈ പുരോഹിതൻ്റെ അവരെല്ലാം പുരോഹിത വൃത്തികളും ശാന്തിക്കാരും ഒക്കെ ആകുമ്പോൾ അവിടെ ചെന്ന് നിന്ന് എനിക്ക് പ്രാർത്ഥിച്ചാൽ എനിക്ക് പ്രാർത്ഥന ശരിയാകും. ഞാൻ ഗുരുവിനെ മനസ്സാ പ്രണമിച്ചിട്ട് തിരിഞ്ഞാകും. ഞാൻ പോയി പ്രാർത്ഥിക്കുന്ന വൈദിക മഠത്തില്ല. കാരണം അവിടെ തുറന്ന പൗരോഹിത്യത്തിൻ്റെ ഇടപെടൽ അവിടെ ഇല്ല. വൈദിക മഠം എന്ന് പേരെങ്കിലും വൈദികളുടെ ഒരു ശൈല്യമില്ല. കാരണം ഭസ്മം തരാനും തീർത്ഥം തരാനും അവിടെ കുശലം പറയാൻ ആരും അവിടെ നിന്ന വല്ലാത്തൊരു സുഖമാണ്. വൈദിക മഠത്തിൻ്റെ അടുത്ത് നല്ല വല്ലാത്ത സുഖമാണ്. അവിടെ നിന്ന് ഉയരുന്ന ദൈവദശകത്തിൻ്റെ വിളിയും മുകളിൽ നിന്നുള്ള വനവള്ളികളുടെ ഇതും വനം തീരെ നശിച്ചു പോയിട്ടില്ലെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വൈദിക മഠത്തിൻ്റെ മുകളിലേക്ക് ഒരു ഹരിത നിറവുണ്ട്. അതുകൂടി കാണുമ്പോൾ അല്ല പറഞ്ഞറിയിക്കാനാവാത്ത സുഖം തോന്നും. അത് വല്ലാത്ത ഗുരു. ഞാൻ കൂടുതലും അവിടെ എൻ്റെ പ്രാർത്ഥന അവിടെയാണ്. പലരും ചോദിക്കാറുണ്ട്. കാരണം അവിടെ മതി. അപ്പോൾ മഠത്തിലായാലും അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ ചില സമയങ്ങളിൽ നമുക്ക് അല്ല, വൈദിക മഠത്തിൽ നമുക്ക് ഗുരുദേവൻ ഉപയോഗിച്ച ആ ദിവ്യ വസ്തുക്കൾ തൻ്റെ ശരീരം ഉപേക്ഷിച്ച സ്ഥലമാണ്. അവിടെ തൻ്റെ ദേഹം ഉപേക്ഷിച്ച് തൻ്റെ ആത്മാവിനെ വിലയിപ്പിച്ച സ്ഥലമാണ്. അവിടെ നിൽക്കുന്ന ഞാവൽമ്പഴത്തിനും വനവള്ളികളിലും എല്ലാം ഗുരുവിൻ്റെ മന്ത്രങ്ങളുണ്ട്. ആത്മാവ് കാരണം പിന്നെ ഇതുണ്ടല്ലോ, നമ്മൾ പറഞ്ഞാൽ എൻ്റെ നിശ്വാസം എടുത്തു വേണം പാഴ്പുല്ലുകൾക്ക് ഞരമ്പ് തീർപ്പം നാലാപ്പാട്ട് നാർന്നവൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നിശ്വാസം കൊണ്ട് വേണം
പാഴ്പുല്ലുകളിൽ കൊച്ചു ഞരമ്പ് തീർപ്പ്, അത് കറുക എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൊച്ചു കൊച്ചു ഞരമ്പുണ്ടാവും. അതെൻ്റെ നിശ്വാസം എന്ന് കണ്ണുനീർത്തുള്ളിയിൽ നാലപ്പാട്ട് നാണവൻ എഴുതിയിട്ടുണ്ട്. അത് അപ്പം അതുപോലെ ഗുരുവിൻ്റെ ആത്മാവ് സകല സസ്യലതാദികളും സകല ഇതിലും പ്രവർത്തിക്കുന്നു. നാം ശരീരമല്ല അറിവാകുന്നു, ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായി നാം ഉണ്ടായിരുന്നു, ഇതൊക്കെ ഇല്ലാതെ പോയാലും അഭിപ്രായം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞ ഗുരു ശരീരം ഉപേക്ഷിച്ചത്. അപ്പോൾ ആ പരിസരങ്ങളിൽ ഗുരു ഉണ്ടെന്നുള്ള താല്പര്യത്തിലാണ് ഞാനവിടെ പോയി നിൽക്കുന്നത്. ആ ഞാവന്മരവും ആ പിച്ചിയും ആ മുല്ലയും അതെല്ലാം തുളസിയും എല്ലാം അതിലൊക്കെ ഗുരു ഉണ്ടെന്നുള്ള സങ്കല്പമാണ്. നല്ല ഭക്തർക്ക് വളരെ ഹൃദയസ്പർശിയാണ് അവിടെ. കാരണം അതിന് അവിടെ വൈദിക മഠത്തിന് അങ്ങനെ ഒരു മഹത്വമുണ്ട്. കാരണം ഗുരു ദേഹം ഉപേക്ഷിച്ചിട്ട് ദേഹി പോയി. അപ്പോൾ ആ ദേഹി എവിടെയുണ്ട്? ദേഹി ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. എന്താണ്? വെളിച്ചമായിട്ടുണ്ട്. അതാണ് നാം പറഞ്ഞത്. ശരീരമെല്ലാം അറിവാകുന്നു, ശരീരം ഉണ്ടാകുന്ന മുമ്പിൽ അറിവായി നാം ഉണ്ടായത്. ഇതൊക്കെ ഇല്ലാതെ പോയാലും പ്രകാശിച്ചുകൊണ്ട് ഇരിക്കും. എങ്ങനെ? സകല ഇതിലും സകല സസ്യജാലങ്ങളിലും എല്ലാത്തിലും ആ സാന്നിധ്യം എല്ലാത്തിലും പ്രസ്ഫുരിച്ചുകൊണ്ട് ഇരിക്കും. ആരും മരിക്കുന്നില്ല. കാരണം മരണം ആർക്കും ഇല്ല. മനുഷ്യൻ മരിക്കുന്നില്ല. അല്ല വൈദിക നയനം ചിന്തത്തി ശസ്ത്രാണി നയനം ദഹതി ഭാവക നയനം ക്ലേരന്ത്യ പോവും ആ ശോഷേമാരുത്. അപ്പം എന്ത്? ആത്മാവിന് മരണമില്ല. മരിക്കുന്നെന്ന് പറഞ്ഞാൽ ആത്മാവ് അവിടെ തന്നെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും, അവിടെ തന്നെ ഉണ്ടാവില്ല. ഈ ഒരു ഭാവം ഉണ്ടെങ്കിൽ മരണത്തോട് നമുക്ക് ഭയം ഉണ്ടാകില്ല. ഞാനിത് വാചാലും കാരണം ഞാൻ ഈ വൈദ്യമഠത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ പരിസരങ്ങളിൽ വല്ലാത്തൊരു മാസ്മരികത ഉണ്ടാകും. ഇപ്പോൾ നാമം ചൊല്ലി എന്തുണ്ടെങ്കിലായിട്ട്. അപ്പം അതുകൊണ്ട് അവിടെ എനിക്ക് അല്ല വൈദിക മഠത്തിൽ നിന്ന് ചില ഭക്തർ കണ്ണ് തുടയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം എന്താ പറയുക, എല്ലാത്തിനെ സ്നേഹിച്ചൊരു മനുഷ്യൻ, വിവേചനയില്ലാത്തൊരു മനുഷ്യൻ. അപ്പം അങ്ങനെ ഒരു പച്ചയായ മനുഷ്യൻ്റെ ഒരു ജീവിതമാണത്. കാരണം ആ മനുഷ്യൻ എന്താ പറയുന്നത്, നിന്ന് എരിഞ്ഞു തീർന്ന മണ്ണാണ്. ആ മണ്ണിന് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക്, കാരണം അവിടെ എത്രയോ മണ്ണുകൾ പിന്നെയും വന്നു, പക്ഷേ എങ്കിലും അതിനൊരു ഉറുവരത് നമ്മുടെ താഴെ നിന്നെങ്കിൽ മുകളിലേക്ക് വരും. കാരണം ഗുരു ചുറ്റിക്കറങ്ങിയ സ്ഥലമാണ്, ഗുരു ഓമനിച്ച സ്ഥലമാണ്, ഗുരു കണ്ടെടുത്ത സ്ഥലമാണ്. അപ്പോൾ അവത് എത്രയേറെ മാറി എൻ്റെ അടിത്തട്ടിൽ ഇത് മാറിയിട്ടില്ല. ആ ഉറുവര ഭാവം മനുഷ്യനെ കൂടുതൽ ചിന്താധീനാക്കും. കാരണം അവൻ്റെ ഉള്ളിലും അതുണ്ടെങ്കിൽ അവർ താതാമ്യപ്പെടുകയും അപ്പോൾ അവിടെ വന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഫലിക്കുകയും ചെയ്യുന്നതാണ് ഗുരുവിൻ്റെ ഹൃദയത്തോട് ചേരുമ്പോഴാണ്. അപ്പോൾ അണയാത്ത എന്താ പറയുന്നത്, അസ്തമിക്കാത്ത വെളിച്ചം എന്ന് പറയാം. ഗുരു അസ്തമിക്കാത്ത വെളിച്ചമാണ്. അപ്പോൾ അവിടെ വരുന്ന ഭക്തർക്ക് ഈ തൃപ്പാദങ്ങൾ ഉപയോഗിച്ച അവിടെ അതില്ലല്ലോ. അവിടെ ഒന്നുമില്ല. കാരണം അതുകൊണ്ട് ഭക്തന് കൂടുതൽ പിന്നെ തൻ്റെ ദേവനുമായിട്ട് താതാമ്യപ്പെടാൻ അതിനകത്ത് രണ്ടാമത്തെ ഇടപെടൽ വരുന്നില്ല. നേരിട്ടാണ് അവിടെ നിൽക്കുക. മറ്റേത് നമുക്ക് ചെല്ലുമ്പോൾ ശാന്തിക്കാരനുണ്ട്, അവർ അവിടുത്തെ പൂജ. വൈദ്യമഠത്തിൽ ഒന്നുമില്ല. ഭക്തനും ഭഗവാനും കൂടെ ഒന്നാകുന്നൊരു താതാത്മ്യ അവസ്ഥ വരും. അതുകൊണ്ടാണ് എനിക്ക് അവിടെ വന്നിരിക്കുമ്പോൾ പലർക്കും അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. എന്തുകൊണ്ട് എന്നറിയില്ല. ഇപ്പോൾ ശിവഗിരിയിൽ അങ്ങനെ ആ ശാന്തിക്കാരെ ഏർപ്പാട് ചെയ്തിട്ടില്ല. അവിടെ ആ വെളിച്ചം വിതറുന്ന വാതായനങ്ങൾ മാത്രം. ജാലകം തുറന്നാൽ അത് വെളിച്ചം വരികയാണ്. ഞാൻ പണ്ടങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, വെളിച്ചം വഴിയുന്ന വാതായനങ്ങളെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ജാലകങ്ങൾ അത് ഗുരു സ്പർശിച്ച ജനാലയാണ്. ആ കഥയൊക്കെ ഗുരു സ്പർശിച്ചതാണ്. ഇതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ഭക്തൻ അറിയാതെ അതെ ഗുരു തൊട്ട ഇതാണ്, ഗുരുവിൻ്റെ ജാലകമാണ്. അവിടെ ഇരുന്നാണ് ടാഗോറും ഗുരുവും കൂടി സംസാരിച്ചെന്നൊക്കെ ഉള്ള ചിന്തകൾ അവനെ വരും. അതെ കാരണം അവിടെ നിന്നിട്ടാണ് അദ്ദേഹം തൃപ്പാദങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അവിസ്മരണീയമാണ് അങ്ങയുടെ നയനങ്ങൾ. അങ്ങയുടെ കണ്ണുകൾ തലോടി പോകുന്നത് ചക്രവാളസ്മങ്ങൾ അപ്പുറത്തേക്കാണ്. ഇൻഫിനിറ്റ് അനന്തതയെ പുൽകുന്ന കണ്ണുകളെന്നാണ്, അനന്തതയെ സ്നേഹിച്ച കണ്ണുകളാണ്. അതൊക്കെ ടാഗോർ അവിടെ ഇരുന്ന് കുടിച്ച് ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു സഹൃദയനെ സംബന്ധിച്ച് പറയുമ്പോൾ സജലങ്ങളാവും. കാരണം അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവരുള്ളത്. അതെ, വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുള്ള ഭക്തരും അത് തന്നെയാണ്. അതെ. അപ്പോൾ വൈദിക മഠം എന്ന് പറഞ്ഞാൽ പേര് വൈദിക എന്ന പേരല്ലാതെ അത് ദൈവിക മഠമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്. കാരണം വൈദികരുടെ ഇടപെടൽ അവിടെ ഇല്ല. ഞാൻ വൈദികരെ കുറ്റം പറയുകയല്ല, കാരണം അതൊക്കെ ആവശ്യമാണ്. പക്ഷേ എങ്കിൽ തന്നെയും ആ പേരിന് ദൈവിക മഠമാണ്. അതെ, ഗുരുവിൻ്റെ ദൈവത്വത്തെ അടുത്തറിയാൻ നമുക്ക് അവിടെ ചെന്ന് പറ്റും. അതുകൊണ്ട് പലപ്പോഴും ഞാൻ അങ്ങോട്ട് ആരും ഇല്ലെങ്കിൽ മാത്രം, അവിടെ ആരെങ്കിലും ഭക്തന്മാരുണ്ടെങ്കിൽ ഞാൻ പോകും. ഭക്തന്മാരില്ലെങ്കിൽ ഞാൻ അവിടെ പോകുന്നു, വല്ലാത്തൊരു സുഖം തോന്നും. അതുകൊണ്ട് മഹാസമാധി മന്ദിരവും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ ആർക്കും ഉപദ്രവമില്ല. നമ്മൾ ചെന്നുകൊണ്ട് വേറൊരു ഭക്തന് വിഷമമില്ല. ഭക്തന്മാർക്ക് വിഷമം, നമ്മളായിട്ട് സന്യാസിമാർ എന്തൊക്കെ ഇത്രയ്ക്ക് ബഹളം ഉണ്ടാക്കരുത്. ഇപ്പോൾ ഏതാണ്ട് 1 ഡസനോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഇനിയും
ഇനി അങ്ങനെ ഒരു പുസ്തകത്തിന് പ്രകാശനം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ അവസാനത്തെ എഴുതിയ പുസ്തകത്തിന് തന്നെ ഇപ്പോൾ ശാരദാനന്ദ സ്വാമി ചോദിച്ചു എൻ്റെ അടുത്ത് ലേഖന സമാധാനം പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. എന്ത് പേരിടുമെന്ന് ചോദിച്ചു. സ്വാമിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ്. പെട്ടെന്ന് ഞാൻ ശിവഗിരി നമ്മുടെ പുണ്യതീർത്ഥം ഇപ്പോൾ സ്വാമി തന്നെ പേന കൊണ്ട് അങ്ങനെ എഴുതി. എന്തുകൊണ്ട് എനിക്കന്ന് ആ സമയത്ത് തോന്നി, ആ എഴുത്തിൻ്റെ വല്ലാത്തൊരു ലഹരി നിൽക്കുന്ന സമയമായിരുന്നു. പെട്ടെന്ന് തന്നെ മനസ്സിലായി ശിവഗിരി നമ്മുടെ പുണ്യതീർത്ഥം. പക്ഷേ പലരും ചോദിക്കണേ ശിവഗിരി ഇപ്പോൾ പോൾ മണലിൽ എന്നോട് വിളിച്ച് ചോദിച്ചു ഈ പുസ്തകം കിട്ടി, പക്ഷേ ശിവഗിരി ചരിത്രത്തിനകത്ത് ഇല്ലല്ലോ, അതേ ഇല്ല. പക്ഷെ എങ്കിലും ഇവിടെ ഇരുന്ന് ഞാൻ എഴുതിയതാണ്, ഇവിടെ ഇരുന്നാണ് കംപ്ലീറ്റ് വന്നത്. അപ്പോൾ വെറും ഒരു കാട്ടിയടിയായ എന്നെ ഒരു വനമുല്ലയാക്കി മാറ്റിയ പുണ്യഭൂമിയാണ് ശിവഗിരി. അവിടെ ഇവിടെ ചുറ്റിപ്പടർന്നും പള്ളി വീശുന്ന ഒരു കാട്ടിയടിയായിരുന്നു ഞാൻ. എന്നെ എന്താ പറയുന്നത്, ഒരു വനമുല്ലയാക്കി മാറ്റിയത് ഈ പുണ്യഭൂമി. അതെനിക്ക് മറക്കാൻ പറ്റില്ല. ആ വനമുല്ലയിൽ പൂക്കുന്ന നമ്മുടെ അക്ഷരപ്പൂവുകളായിരിക്കും. ഞാൻ വലിയ മഹത്വം പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ ആ പേര് ശിവഗിരി നമ്മുടെ പുണ്യതീർത്ഥം എന്ന ആ പേര് ഞാൻ സ്വാമിയോട് പറഞ്ഞു. അങ്ങനെ സ്വാമി അത് എഴുതി പെട്ടെന്ന് തന്നെ അത് പ്രകാശനം ചെയ്തു. അതൊക്കെ ചില പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ വന്നത്. അല്ലേ, അത് ആ പുസ്തകം ഇനി അതുപോലെ ഒന്നും ഉണ്ടാകുമോയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീവിതം എൻ്റെ അസ്തമയത്തോട് അടുത്തിരിക്കുകയാണ്, പറയാൻ പറ്റില്ല. കാരണം സ്വാമി സമാധിയായി, സദ്രുവാൻ സ്വാമി സമാധി, ഇവരൊക്കെ നമ്മുടെ സമാകാരികരായിരുന്നു. അപ്പം ഇനിയിപ്പം ഞാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ഒരുക്കങ്ങളും ആയിക്കോട്ടെ. നമ്മൾ അപ്പോൾ പ്രകാശാനന്ദ സ്വാമിജി പോയത് എത്ര പ്രകാശാനന്ദ സ്വാമി അവരൊക്കെ വലിയ നൈറ്റി അതുമായിട്ട് നമ്മൾ താതാത്മ്യപ്പെടുന്നു. നമ്മളൊരു പരിവ്രാജകനായിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ലേ. സ്വാമിയൊക്കെ വലിയ പിന്നെ മൂക്ഷുക്കളായിട്ടുള്ള വലിയ തപസ്സുകളായിട്ടുള്ള ആൾക്കാർ, അത്രയും ഒരാളല്ലേ ഞാൻ. അവരുടെ അവധൂത ജന്മമാണ് നമ്മുടേത്. കുറേ അലഞ്ഞിട്ടുണ്ട് ആ അവധൂത. അപ്പോൾ അതിൻ്റെ ഒരു ചില ഇതൊക്കെ ഉണ്ട്. ചിദാനന്ദ സ്വാമി തന്നെ എഴുതിയില്ല ലേഖനത്തിൽ ഉദ്ധകി പറഞ്ഞില്ലേ, നല്ലതെല്ലാം ഒരുവൻ ചെയ്ത് നല്ല കാര്യം മറപ്പ്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്ന ഉത്തമം ആ ഗുരുദേവ സ്വാമി. അപ്പം നല്ലതല്ലാത്തതൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ, വായിച്ചിലൊക്കെ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിലൊക്കെ വേറൊരു രീതിയിലൊക്കെ വരുമായിരുന്നു. അതേക്കുറിച്ചൊന്നും പറയാനില്ല. ഇതിൽ വിഷമമില്ല, സന്തോഷം. അല്ല മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സ്വാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും. മറ്റുള്ളവർക്ക് വേറെ ഓരോ വശങ്ങളുണ്ടല്ലോ. സ്വാമിജി ഇങ്ങനെ ഒരു നിഷ്കാമകർമ്മനായിട്ട് ഇങ്ങനെ എഴുത്ത്, വായന, ആ ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകുന്നുള്ള ആഗ്രഹം അതുകൊണ്ട് പിന്നെ പലപ്പോഴും ഒരു പുഞ്ചിരിയിൽ ഒതുക്കും. ഒരു പുഞ്ചിരി, അത് ഒരു ചെറു പുഞ്ചിരി. സംസാരം കുറച്ച് സംസാരം എന്തിനാണ് സംസാരത്തിൽ ഇല്ല. അതുപോലെ അടുത്ത സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില നിമിഷങ്ങളിലൊക്കെ എന്തെങ്കിലും പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പലരും ഞാൻ ദേഷ്യപ്പെടും എന്നൊക്കെ പറയും. ഞാൻ ദേഷ്യപ്പെടും, ഞാൻ എൻ്റെ ഒരു ഉള്ളിലെ ചില കാര്യങ്ങളുമായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആൾക്കാരെന്തെങ്കിലും പറയുമ്പോൾ അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടില്ല, ഞാനത് തട്ടി മാറ്റും. കാരണം എൻ്റെ ഉള്ളിൽ വേറൊരു കാര്യമാണ് നടക്കുന്നത്. അതുകൊണ്ടുള്ള കുറച്ച് ജാഗ്രത. ഈ അവസാനത്തെ പുസ്തകമേ ഈ ശിവഗിരി പുണ്യതീർത്ഥം സ്വാമിജി ശരിക്കും സപ്തതിക്ക് പ്രകാശനം ചെയ്യാനായിരുന്നു. അതെ, ഞാൻ അതിൻ്റെ കാര്യം ഞാൻ പറയാം. കാരണം ഈ പുസ്തകം അങ്ങനെയാണ് എൻ്റെ മുറിയിലേക്ക് പുസ്തകം തന്നെ ഇറങ്ങാൻ തന്നെ കാരണം സോമനാഥനാണ്. കാരണം ഞാനിതൊന്നും വേണ്ടെന്ന് കരുതിയിരുന്നതാണ്. കാരണം ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ആശയം തന്നെ തന്നത്. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ രേഷ്മയുടെ അടുത്ത് ചെന്ന് അവിടെ പ്രസ്സിൽ ചെന്ന് രേഷ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സ്വാമിയുടെ ലേഖനങ്ങൾ കിട്ടും, അത് കിട്ടും എന്നൊക്കെ. അപ്പം ഞാനിത് വല്ലാത്തൊരു മൗനിയാൻ നിൽക്കുന്ന കാലത്താണ് ഇത് പറയണത്. അപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലല്ല വേണം സ്വാമി എന്ന് കാണുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇത് പിന്നെ ഈ സപ്തതിക്കത് പുസ്തകം ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന പുസ്തകം സപ്തതിക്കാക്കാം ആയിക്കോ. അപ്പം സപ്തതിക്ക് പുസ്തകം വേണ്ട, തീർത്ഥാടനത്തിൽ പുസ്തകം ഇറക്കണമെന്ന് പറഞ്ഞു. സപ്തതിക്ക് എന്താക്കാന്ന് പറഞ്ഞു. ശാരദാനന്ദ സ്വാമി ഒന്ന് കണ്ടേക്കാരും സപ്തതിക്ക് എന്താ ചെയ്യണമെന്ന് ഞാൻ ബാക്കി ചെയ്തോളാന്ന് പറഞ്ഞു. അല്ല, സപ്തതിക്ക് സ്മരണിക ഇറക്കാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ആ സ്മരണികയുടെയും പുസ്തകത്തിൻ്റെ ആശയം തന്ന സോമനാഥനാണ്. എനിക്ക് ഈ പറഞ്ഞ സ്മരണികയുടെയും ആഗ്രഹമൊന്നുമില്ല. അല്ല, സ്മരണിക വേണമെന്ന് പറഞ്ഞില്ലേ, പറയും ഡിസംബർ തൊട്ട് പടക്കും കത്തയക്കുകയും ഒക്കെ ചെയ്ത് സോമനാഥനാണ്. എനിക്ക് അതിലും താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവസാനം വന്നപ്പോൾ എന്ത് പറ്റി, അവസാനം അതങ്ങനെ ആയി, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്കൊരു കടപ്പാടില്ലേ. അല്ലാതെ സ്മരണിക ഇറക്കിയിട്ട് അങ്ങനെ ഒരു ഇല്ല. കാരണം എൻ്റെ സ്മാരകങ്ങൾ എൻ്റെ പുസ്തകങ്ങൾ തന്നെ, ഇത്രയും ഇറങ്ങിയ പുസ്തകങ്ങൾ തന്നെ എൻ്റെ സ്മാരകങ്ങൾ. പിന്നെ എനിക്കൊരു പുസ്തകത്തിൻ്റെ കാര്യമില്ല, പിന്നെ ഒരു സ്മരണികയുടെ കാര്യമില്ല. അപ്പം നിങ്ങളുടെ സോമനാഥന നിർബന്ധം കൊണ്ടാണ് ഞാനതിന് വഴങ്ങിയത്. ഇപ്പം അവസാനം ഇപ്പം നാളെ ഇപ്പം അത് പ്രകാശനം ചെയ്യണം. ഇപ്പം അതും സോമനാഥനാണ് അതിന് കാരണക്കാരൻ, മനസ്സിലല്ലേ. അത് പിന്നെ അങ്ങനെ ആകട്ടെ. അല്ല, അത് ഞങ്ങൾക്കൊരു കടമയില്ല സ്വാമിജി. അതിപ്പം സ്വാമിജി എന്നല്ല, ശിവരിലെ ഇപ്പം പ്രകാശാനന്ദ സ്വാമിയുടെ ഇങ്ങനെ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇനിയും സ്വാമിജി എഴുതണം. എഴുതാണെന്ന് വെച്ചാൽ ഇത് എഴുതാൻ വേണ്ടി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എഴുത്ത് വരില്ല. എഴുതാൻ വേണ്ടി ഇരുന്ന് എഴുത്ത് വരില്ല.
എഴുതാൻ വേണ്ടി അപ്പോൾ കുറച്ച് യാത്ര വേണ്ടി വരും അല്ലേ? അല്ല, ഒന്നും വേണ്ട. എഴുത്ത് താനേ വരുന്നതാണ്. എഴുതാൻ വേണ്ടി ഇരുന്നാൽ തല്ലി പഴിപ്പിച്ച പഴമാകുമോ? ഇല്ല, താനേ പഴുക്കണം. തല്ലി പഴിപ്പിച്ചിട്ട് പഴമാകാൻ പറ്റും. താനേ പഴുക്കുന്ന ഒരു അവസ്ഥയാണ്. ആ സമയത്ത് നമ്മൾ പണ്ട് കണ്ട ലോകം മാറിപ്പോയില്ലേ? ഇപ്പം സച്ചിദാനന്ദ സ്വാമിയുടെ പുസ്തകം തന്നിട്ട് ഒന്ന് എഴുതണമെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്കപ്പോൾ തോന്നിയിട്ടില്ല. എൻ്റെ കയ്യിരിക്കുകയാണ് ആശാങ്കയുടെ ഗുരുദേവനും സ്വാമിയുടെ ഏറ്റവും 2 പുസ്തകങ്ങളും എൻ്റെ സ്വാമി തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നി കഴിഞ്ഞ് സ്വാമിയുടെ ഇതിനു മുമ്പ് 1-2 പുസ്തകത്തെ കുറിച്ചിട്ട് നിശ്ചലാനന്ദത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. സച്ചിദാനന്ദ സ്വാമിയുടെ നിശ്ചലാനന്ദെന്നുള്ള പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഗുരുസ്തവത്തെക്കുറിച്ച് ഞാൻ റിവ്യൂ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം തോന്നണം, നമുക്കങ്ങനെ തോന്നിയാൽ മാത്രമേ ചെയ്യൂ. അത് സ്വാമിയെ കൊണ്ട് പറ്റും. സ്വാമിജി ഇത്ര എഴുതിയ ആളുടെ ഇത് ഇനിയുള്ള കാലം നിസാരമാണ്. അതെ, അപ്പോൾ തോന്നൽ വേണം. നമുക്കങ്ങ് വേണമെന്നുള്ളത് വേണം. അപ്പം അങ്ങനെയാണ് എൻ്റെ കാര്യം. അപ്പോൾ നാളെ നമുക്ക് ഒന്നിച്ച് കൂടാം. ഇച്ഛാശക്തി വേണം, അത്രയുള്ള എൻ്റെ കാര്യം. നാളെ നമുക്ക് ഒന്നിച്ച് കൂടാം. വളരെ സന്തോഷമാണ്.